ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ വ്യത്യസ്തമായൊരു ബാക്ക്ഗ്രൗണ്ടിലിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് നമ്മളുടെ വീട്ടിലെ തന്നെ മറ്റൊരു മുറിയാണ്. ഇതിന് മുന്നേ ഞാനിവിടെ എനിക്ക് തോന്നുന്നു ചെയ്തിട്ടുണ്ട് വീഡിയോസ്. ഇത് നമ്മുടെ പഴയ ഓഫീസ് റൂമാണ്. ഭൂചേൻ്റെ ഓഫീസ് റൂമായിരുന്നു. പിന്നെ പിള്ളേരുടെ സ്റ്റഡി റൂമും എല്ലാം ഇവിടെ ആയിരുന്നു. ഇപ്പോൾ അതെല്ലാം കൺവേർട്ടായി. പഴയ ഓഫീസ് റൂമിൻ്റെ കുറച്ച് അതിൻ്റെ ബാക്കി പത്രമായിട്ടൊരു സൈഡ് മുഴുവൻ ബുക്സിൻ്റെ കളക്ഷനുണ്ട്. പിന്നെ ഇപ്പോൾ ഇതൊരു ലിവിങ് സ്പേസാണ്. ടെലിവിഷനും പിന്നെ എന്താ പറയുക, നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് റൂം പ്ലസ് ജിമ്മ്, എക്സസൈസ് റൂം എല്ലാം കൂടി ചേർത്ത് സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാൻ പോകും. അത് മറ്റൊന്നുമല്ല, ഒരു Q&A ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, 2 ആഴ്ച മുന്നേ ആണെന്ന് തോന്നുന്നു ഞാനൊരു ലാസ്റ്റ് വീക്ക് ഒരു Q&A ഒരു കമ്മ്യൂണിറ്റിയിൽ കൊടുത്തിരുന്നു. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഉത്തരം പറയാമെന്ന്. പക്ഷേ അതിൽ കുറേ പേര് വന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൂടുതലും ചോദ്യങ്ങൾക്കപ്പുറത്തേക്ക് അതിൽ നിങ്ങൾ എന്നോടുള്ള സ്നേഹമാണതിൽ സ്റ്റേറ്റ്മെൻറ്റായിട്ടാണ് പറയുന്നത്. ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്, ചേച്ചി ഞങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, ചേച്ചി ഒരു പ്രചോദനമാണ്, അങ്ങനെ കുറേ കാര്യം, ലവ് യു, എന്നെ കാണണം എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഭയങ്കര എനിക്ക് സന്തോഷം നൽകുന്ന കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പം നിങ്ങൾക്കറിയില്ല, ഞാൻ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന പോലെ നിങ്ങളെല്ലാവരും എന്നെയും ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹവും ഇപ്പം ഞാൻ എങ്ങനെയാണോ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അതിലൊരു പ്രധാന കാരണം നിങ്ങൾ തരുന്ന സ്നേഹം തന്നെയാണ്. അത് ഒരു ഇൻട്രൊഡക്ടറി ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം സെലക്റ്റീവായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കുന്നു. പണ്ടൊരു പ്രാവശ്യം ഞാൻ ഇവിടെ ഇരുന്ന് എനിക്കൊന്ന് Q&A ചെയ്തിട്ട് ഒരുപാട് നാൾ, മേ ബി ഒരു 2 years, അതിന് മുന്നേ ഒരു Q&A ചെയ്യാനായിട്ട് ഇവിടെ വന്നു. ഒരു ലെങ്തി Q&A ആയിരുന്നു. എനിക്ക് ആ സമയത്ത് എനിക്കറിയില്ല, സെലക്ട് ചെയ്ത് കുറച്ചൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ലാന്ന്. ഞാനത് ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ നോക്കി. ആ ദിവസം അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഭയങ്കര ഒരു ഇൻഫെക്ഷൻ വന്നത്. അതായത് വൈറലാണോ എന്താണെന്നറിയില്ല, ഒരു തക്കാളി ഫീവറാണ്, അങ്ങനെ എന്തോ ആണ് വന്നത്. എനിക്കങ്ങോട്ട് ഭയങ്കര ക്ഷീണവും തലവേദനയും ഭയങ്കര ബോഡി പെയിനൊക്കെ വന്നിട്ട് ഞാൻ പിന്നെ ഏകദേശം ഒരു 10 ദിവസത്തോളം കിടപ്പായിരുന്നു. അപ്പോൾ അതെനിക്കൊരു പേടി സ്വപ്നം പോലെയാണ്. അത് കാരണം ഒരു Q&A അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്തിട്ടേ ഇല്ല. ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു Q&A ചെയ്യുന്നു. അപ്പോൾ കുറേ നാളായില്ലേ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെക്കുറിച്ച് നല്ലതായിട്ട് അറിയാം. അതുകൊണ്ട് അധികം ചോദ്യങ്ങളൊന്നും ഇല്ല. എന്താണ് ഞാനെന്ന് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാര്യം അത്രയും ഇപ്പം ഞാൻ തന്നെ മനസ്സിലാക്കുന്നു, ഞാനൊരു ഓപ്പൺ ബുക്കാണോ, എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് അങ്ങനെ കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഉള്ള കുറച്ച് ചോദ്യങ്ങളിൽ നിന്ന് കുറച്ച് സെലക്ട് ചെയ്തിട്ട് പറയുന്നു. വായിക്കട്ടെ. ജോളി വർഗീസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഹായ് ചേച്ചി, സുഖമല്ലേ? എൻ്റെ ചോദ്യം, ചേച്ചിക്ക് ദേഷ്യം തോന്നുന്ന കാര്യങ്ങൾ എന്താണ്? എന്നുവെച്ചാൽ നിങ്ങളെപ്പോഴും എന്നെ ചിരിച്ചുകൊണ്ടല്ലേ കാണുന്നത്, എന്നെ ദേഷ്യപ്പെട്ട് കാണുന്നില്ലല്ലോ. ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള ഓരോരോ പ്രോഗ്രാമുകൾ, യാത്രകൾ, ഇതിൽ നിന്നെല്ലാം കുറച്ച് ദിവസം മാറി നിൽക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? മാജിക് ഓവൻ മുതൽ ചേച്ചിയെ കണ്ടുകൊണ്ടിരിക്കുന്നു. വ്ളോഗ് തുടങ്ങിയത് മുതൽ ചേച്ചിയെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറുന്ന രീതി അതിശയം തോന്നിയിട്ടുണ്ട്. പലപ്പോഴും സെലിബ്രിറ്റി ജാട ഇല്ലാത്ത ചേച്ചിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോ ആണെന്ന് തോന്നലുണ്ട് മനസ്സിൽ. ചേച്ചിയുടെ എത്രയോ റെസിപ്പികൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിറയെ സ്നേഹം ചേച്ചി. താങ്ക് യു സോ മച്ച് ഡിയർ ജോളി വർഗീസ്. നല്ലൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്നെ ചിരിച്ചുകൊണ്ടാണ് മിക്കവാറും നിങ്ങൾ കാണുന്നത്. മിക്കവാറല്ല, ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും. പക്ഷേ ഞാൻ ദേഷ്യപ്പെടാറുണ്ടോ എന്ന് ചോദിച്ചാൽ ദേഷ്യമൊക്കെ വരും. മനുഷ്യരല്ലേ, ദേഷ്യം വരാതിരിക്കുമോ? എനിക്ക് അങ്ങനെ ഒരു മുഖവുമുണ്ട്, നല്ല ദേഷ്യം. പക്ഷേ ഒരു കമ്പാരറ്റീവ്ലി ഞാനൊരു 9 years ബാക്ക് ഞാൻ കോളേജിൽ പ്രിൻസിപ്പളായിരുന്ന സമയം തൊട്ട് നോക്കുമ്പോൾ, അവിടെ നിന്നും ഈ ഒരു ദിവസത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു. എനിക്ക് തന്നെ തോന്നാറുണ്ട്, ഞാൻ ഇത്രയ്ക്ക് ദേഷ്യക്കാരിയായിരുന്നു ആ സമയത്തൊന്നും. ഇപ്പോൾ എനിക്ക് തോന്നും. പക്ഷേ ഇപ്പോൾ ഞാൻ കുറേ കൂടി സമാധാനപ്രിയയാണ്. എനിക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് ദേഷ്യം വരുന്നില്ല. ഞാൻ ഒരുപാട് ക്ഷമ പഠിച്ചു. അപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തിരിച്ചടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറേ പാഠങ്ങൾ അതിൽ നിന്നും പഠിക്കും. അത് നെഗറ്റീവ് മാത്രമായിട്ട് നിങ്ങൾ കാണണ്ട. നമുക്കൊരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ വിചാരിക്കുക, അയ്യോ ലോകം അവസാനമാണ്, അയ്യോ ദൈവമേ ഇത് എനിക്ക് എന്തിനു വന്നു എന്നൊക്കെ നമുക്ക് തോന്നാം. നമ്മൾ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു, നമ്മൾ എന്തിന് ഇത്ര കഷ്ടപ്പെടുന്നു, എങ്ങനെ മനസ്സമാധാനക്കേട് ഉണ്ടാക്കുന്നു എന്നൊക്കെ തോന്നിയാലും അതൊരു ഐ ഓപ്പണറും കൂടിയാണ്. നമ്മളതിനെ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. നമ്മൾക്ക് വേണ്ട തിരുത്തലുകൾ, നമുക്ക് വേണ്ട മാറ്റങ്ങൾ, നമുക്ക് വേറൊരു ആംഗിളിലൂടെ നമ്മളെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് മാറും. നമ്മൾക്ക് പറ്റിയ മണ്ടത്തരങ്ങൾ, നമ്മൾ ചെയ്യാൻ പാടില്ലാതിരുന്ന കാര്യങ്ങൾ, നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, നമ്മൾ എന്തായിരുന്നു എന്നൊക്കെ ഉള്ള ആ തിരിച്ചറിവുകൾ ഒരുപാടാണ്. എന്തായാലും ആ വർഷങ്ങൾക്ക് ശേഷം പിറകോട്ട് വരുമ്പോൾ, ഇപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞാണല്ലോ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത്. മേ ബി ആഫ്റ്റർ 2 years കഴിഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് വരുന്നത്. 2019 നമ്മുടെ യൂട്യൂബിൻ്റെ ജനനം എന്ന് പറയുന്നത്, LN വ്ളോഗ്സ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നതെല്ലാം തന്നെ സ്നേഹത്തിൻ്റെ മുഖങ്ങളും നല്ല നല്ല വാക്കുകളുമാണ്. അതൊക്കെ ആയിരിക്കാം എന്നെ മാറ്റിമറിച്ചത്. പക്ഷേ അതിന് മുന്നേ ഞാൻ സർവീസിലിരിക്കുന്ന, അതായത് ആ ഒരു പോസ്റ്റിലിരിക്കുന്ന സമയത്ത്
എനിക്ക് ചുറ്റുമുള്ള മുഖങ്ങൾ, എനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്നതും ഭയങ്കരമായിട്ട് നമ്മളെ എന്താ പറയുക, നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നതും ചിരിക്കുന്ന മുഖങ്ങളല്ല, പലതും അല്ലാത്ത രീതിയിലുള്ള മുഖങ്ങളും എപ്പോഴും ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടായിട്ടുള്ളൊരു പീരീഡ് ഓഫ് ടൈം ആയിരുന്നു എന്ന് പറയാം. ഒരുപാട് ഇഷ്യൂസാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡേ ടു ഡേ കുട്ടികളുടെ ഇഷ്യൂസ് ആണെങ്കിൽ ഇങ്ങനെ മാറി മാറി നമ്മുടെ ഫ്രണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു മൂഡ് അതനുസരിച്ചിട്ടായിരിക്കും. നമ്മളൊരു ഡിസിപ്ലിൻ കാര്യങ്ങൾ, പിന്നെ എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളല്ലേ, എല്ലാ അക്കാഡമിക് മാറ്റേഴ്സ്, ഇഷ്യൂസ്, പ്രോബ്ലംസ് വരുന്നു, പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, അങ്ങനെ ഒരു ഹൈ സ്ട്രെങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിരി കുറവാണ്. ചിരിക്കുന്ന ആ സമയത്ത് ചിരിയെ സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ യാത്രകൾ പോകുമ്പോഴും ഞാൻ മാജിക് ഓൺ ചെയ്യുമ്പോഴും എൻ്റെ പാഷൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് എനിക്ക് അന്നേരമൊക്കെ സന്തോഷിക്കാൻ പറ്റുന്ന അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ. അല്ലാതെ പ്രൊഫഷണലായിട്ടിരിക്കുന്ന സമയത്ത് ആ പ്രൊഫഷണൽ ലൈഫിൽ കൂടുതലും എനിക്ക് ഇഷ്യൂസ് വരുന്നു, സോൾവ് ചെയ്യുന്നു. എൻ്റെ ഇഷ്യൂസ് എന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഇഷ്യൂസ് കൂടുതലും സ്റ്റുഡൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൊളീഗ്സ്, ടീച്ചേഴ്സ്, നമ്മുടെ ജൂനിയേഴ്സ്, സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ടാകും. അവരുടെ വിഷയങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു നമ്മളല്ലാതെ നമ്മൾ വേറൊരു ഡിസിപ്ലിനറി ആയിട്ടുള്ളൊരു ആൾ എന്നുള്ളൊരു സ്ട്രിക്റ്റ് പേഴ്സൺ, സത്യം പറഞ്ഞൊരു പൊയ്മുഖം ഇട്ടാണ് ആ സമയത്ത് ഇരിക്കുന്നത്. നമ്മളൊരു ഭയങ്കര ചട്ടമ്പിയായിട്ടാണ് അവിടെ ഇരിക്കുന്നത്, സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുന്നത്. ആക്ച്വലി ബേസിക്കലി അതല്ല, അടിസ്ഥാനപരമായി ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണും കൂടിയാണ് ഞാൻ. എനിക്ക് കുറേ അങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള കുറേ ഒരു മുഖങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഭാഗത്ത്. അത് പലർക്കും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും ആ സമയത്ത് പുറത്ത് വരില്ല. അപ്പോൾ എല്ലാം ഒരു മുഖം മൂടി ഇട്ടാണ് ഇരിക്കുന്നത്. എങ്ങനെ ഇരുന്നാലാണ് എല്ലാവർക്കും ഒരു പേടി വരുന്നൊരു ഇമേജാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അതായത് കുട്ടികൾ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ നമ്മൾ എത്രയൊക്കെ സ്ട്രിക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളൊരു ഫീലിങ്ങിലാണ് ഇരുന്നത്. പക്ഷേ അങ്ങനെ നിർബന്ധം ഇല്ലയെന്ന് തോന്നുന്നു. പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ട കാര്യങ്ങളും ഒക്കെ ആലോചിക്കുമ്പോൾ വേണ്ടിയിരുന്നില്ല, ചില കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കാമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ പിന്നീട് അങ്ങോട്ട് നമ്മുടെ യൂട്യൂബ് ജേർണി തുടങ്ങിയതിന് ശേഷം എനിക്ക് സ്നേഹത്തിൻ്റെ വാക്കുകളും, എനിക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന സ്നേഹം, ലവിങ് വേർഡ്സ് ആൻഡ് എന്നെ പുറത്ത് വെച്ച ആൾക്കാർ കാണുമ്പോഴും സ്നേഹിക്കുന്നത് മാത്രമേ ഞാൻ കാണാറുള്ളൂ. അപ്പോൾ അത് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വരുത്തിയിട്ടുണ്ടാകാം. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനില്ല, സ്ട്രെസ്ഡ് ഔട്ടല്ല, എൻ്റെ റിലാക്സ്ഡാണ് ഞാൻ ചെയ്യുന്ന ജോലി, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ പാഷനാണ് ഞാൻ പേഴ്സ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര റിലാക്സ്ഡായി, ഞാൻ ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡിലായി. അപ്പോൾ എനിക്ക് നല്ല ഭാവങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ദേഷ്യഭാവം കുറഞ്ഞു, വളരെയധികം കുറഞ്ഞു. ഇപ്പോൾ ഭയങ്കര സുന്ദരമായിട്ടാണ് ജീവിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ശാന്തമാണ് കൂടുതലും ഉള്ളതിൻ്റെ. പക്ഷേ എനിക്ക് ദേഷ്യം വരും, വളരെ അപൂർവമായിട്ട് വരുന്നുണ്ട് ദേഷ്യം. ആ ദേഷ്യം എന്ന് പറയുന്ന ആ ദേഷ്യം വരുന്നത് എപ്പോഴാണെന്നറിയോ, എനിക്ക് ചില ചിട്ടകളുണ്ട്, അതായത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ തന്നെ ഞാൻ ഇത്ര മണിക്ക്, പ്രത്യേകിച്ച് ചില ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ഞാനൊരു കാര്യം ഇത്ര മണിക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ആ സമയത്ത് എനിക്ക് തുടങ്ങണം എന്നുണ്ട്. ഞാൻ ആ സമയം കീപ്പ് ചെയ്യുന്ന ആളാണ്. ഫോർ എക്സാമ്പിൾ ഷൂട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന പോലെ എന്നെ അസിസ്റ്റ് ചെയ്യുന്നവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും അതിനനുസരിച്ച് നിന്നില്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും. അയ്യോ എന്താ, ഞാനെല്ലാം റെഡി ആയിരിക്കും, പക്ഷേ എന്നെ സഹായിക്കാൻ നിൽക്കുന്നവർ ചിലപ്പോൾ റെഡി ആവണം എന്നില്ല. അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ, അതായത് ഞാൻ ആ ടൈം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ എനിക്ക് എൻ്റെ ജോലി തീർക്കണം എന്നുള്ളതും വളരെ നിർബന്ധമാണ്. ഇത്ര കാര്യം, ഇപ്പോൾ ഇത്ര വീഡിയോസ് എടുക്കണം, എനിക്ക് അത് എടുത്തേ പറ്റുള്ളൂ. എനിക്ക് ആഴ്ചയിൽ 5 വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് നിർബന്ധമാണ് 5 വീഡിയോ എടുക്കണം. പിന്നെ എനിക്ക് യാത്ര ചെയ്യണം, ഇന്ന സമയത്ത് പോകണം, എനിക്ക് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് വരണം, ഐ ഹാവ് ടു ട്രാവൽ എന്നുള്ള ആ ഒരു, ഞാനിത് ഷെഡ്യൂൾ ചെയ്ത് കഴിയുമ്പോൾ എനിക്കത് പോകാൻ ആ ഒരു ടൈമും കാര്യങ്ങളും സപ്പോർട്ടും കിട്ടാണ്ട്, അതിനെനിക്ക് പറ്റാണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അതിനെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നാൽ എനിക്ക് ദേഷ്യം വരും. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോകുന്നതാണ് എനിക്കിഷ്ടം. അല്ലാതെ വേറെ ദേഷ്യപ്പെടാനായിട്ടുള്ള കാരണങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ആക്ച്വലി ദേഷ്യപ്പെടേണ്ട കാര്യം ഇല്ലല്ലോ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാം സോഫ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയാണ്. അതാണ് എനിക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് പറയുന്നത്. ഒന്നിനു പുറകെ ഒന്നായി ഓരോരോ പ്രോഗ്രാമുകൾ, യാത്രകൾ, ഇത്രയും തിരക്കുകൾ അല്ലേ, ഇതിൽ നിന്നെല്ലാം കുറച്ച് ദിവസം മാറി നിൽക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നാറില്ല. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞില്ല, എൻ്റെ പാഷനാണ്. എനിക്ക് മാറി നിൽക്കാതിരിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആളല്ല. നിങ്ങൾ കാണുമ്പോൾ ഒരു ട്രാവൽ വ്ളോഗ് കാണുമ്പോൾ, നമ്മുടെ സെക്കൻഡ് ചാനൽ കാണുമ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന പോലെ തോന്നും. കാര്യം ഒരു സ്ഥലം കഴിയുമ്പോൾ അടുത്ത സ്ഥലം. ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരു ഭാഗം കഴിഞ്ഞു, ഞാൻ പിന്നെ കൊച്ചിയിൽ നിൽക്കുന്നു, മട്ടാഞ്ചേരി നിൽക്കുന്നു, ഇടുക്കി ഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ ചേച്ചി എപ്പോഴും ട്രാവലാണോന്ന്. ഒരിക്കലും അല്ല. ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണോ ഫുൾ ടൈം. കാര്യം നമ്മൾ എപ്പിസോഡ്സ് കൊടുത്തുകൊണ്ടിരിക്കും, പക്ഷേ അതൊക്കെ അഡ്വാൻസ് ആയിട്ട് എടുക്കുന്നതാണ്. സമയം കിട്ടുമ്പോൾ, നമ്മൾ സൗകര്യം കിട്ടുന്ന സമയത്ത് യാത്ര ചെയ്യുകയും ആ സമയത്താണ് എടുക്കുന്നത്. ആ സമയം എന്ന് പറയുന്നത് ഞാൻ കോളേജിൽ പ്രിൻസിപ്പളായിരിക്കുന്ന സമയത്തും ഈവൻ പ്രിൻസിപ്പൾ ആവുന്നതിന് മുന്നേയും, ഞാൻ അവിടെ പ്രൊഫസറായിരുന്ന സമയത്തും നമ്മൾ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ ചെയ്യുന്നുണ്ടായിരുന്നു, മാജിക് ഓനും ചെയ്യുന്നുണ്ട്. പക്ഷേ അവധി ദിവസങ്ങൾ മാത്രമാണ് അപ്പോൾ ട്രാവൽ ചെയ്തിരുന്നത്.
വെക്കേഷൻസ്. അപ്പോൾ ആ സമയങ്ങളിൽ എനിക്ക് വെക്കേഷൻസേ ഇല്ല. ഓണം, ക്രിസ്മസ് ഒന്നും ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നില്ലായിരുന്നു വീട്ടുകാരോടൊപ്പം. ഞാൻ യാത്രയിലായിരിക്കും. പിന്നെ ഒരു മാസത്തോളം സമ്മർ വെക്കേഷൻ സമയം, ഇങ്ങനെ വീക്കെൻഡുകൾ, അങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്തത്. ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് പുടുമോൾ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് അധികം ദിവസം മാറി നിൽക്കുന്നത് ഇഷ്ടമല്ല സത്യത്തിൽ. പുടുമോളെ ഞാൻ മിസ് ചെയ്യും, പുടുമോൾക്ക് എന്നെയും മിസ് ചെയ്യും. പിന്നെ അറിയാമല്ലോ അനുകുട്ടി, എല്ലാവർക്കും ഒരു മിസ്സിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും മിനിമം ദിവസങ്ങൾ പോകാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് നോർത്ത് ഇന്ത്യയിലേക്കോ അങ്ങനെയൊന്നും യാത്ര ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ കേരളത്തിലും പിന്നെ തമിഴ്നാടിൻ്റെ ചില പരിസരത്തും അതൊരു 3, 4, 5 ദിവസമാണ് മാക്സിമം. ചിലപ്പോൾ 3 ദിവസത്തെ യാത്രയായിരിക്കും, ചിലപ്പോൾ 5 ദിവസത്തെ യാത്രയായിരിക്കും. ഈ ഒരു 4 ദിവസം 5 ദിവസം എന്ന് പറഞ്ഞാൽ ട്രാവൽ ഉൾപ്പെടെയാണ്. അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോരുന്നു. ഇടയ്ക്കൊരു 3 ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് കിട്ടുന്നത്. ആ ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 7 മണി, 6:30-7 മണിക്ക് മുന്നേ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങും ഡ്രസ്സ് ചെയ്ത്. എന്നിട്ട് രാത്രി വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്യും. അപ്പോൾ എന്നെ സപ്പോർട്ടീവായിട്ടാണ് എൻ്റെ കൂടെയുള്ള ക്രൂ മെമ്പേഴ്സ് നിൽക്കുന്നത്. അവരും എന്നോടൊപ്പം ആ ഒരു സമയം ഒരു റെസ്റ്റ് പോലും ഇല്ലാതെ വർക്ക് ചെയ്യും. ഞങ്ങൾ ചിലപ്പോൾ ലഞ്ച് കഴിക്കാൻ തന്നെ സമയം കിട്ടില്ല. പിന്നെ നമ്മൾ ഫുഡ് ബ്ലോഗും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഫുഡും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഭക്ഷണവും കഴിക്കുന്നുണ്ട്. അപ്പം ഡ്രസ് ചേഞ്ചിന് മാത്രം ഓടി വരുന്നു. ഡ്രസ് ചേഞ്ച് ഭയങ്കര ഹെക്റ്റിക്കാണ് ആ 3 ദിവസം. എന്നാലും മാക്സിമം ഒരു 10 എപ്പിസോഡെങ്കിലും ഞാൻ കൊണ്ടുവരും. അതാണ് എൻ്റെ ഒരു ടാർഗറ്റ്. 9 to 10 എപ്പിസോഡ്സ് മീൻസ് വീഡിയോസ് വേണമെന്ന്. അപ്പോൾ ആ ഒരു തിരക്ക് എന്തായാലും ഉണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ടയേർഡായിരിക്കും. അത്രേ ഉള്ളൂ. ഈ യാത്രയും ഹെക്റ്റിക്കല്ലേ, ഒരു ദിവസം ഫുൾ യാത്ര, തിരിച്ചു വരുന്ന ഒരു ദിവസത്തെ യാത്ര, 3 ദിവസത്തെ കണ്ടിന്യൂസ് വർക്ക്. ഈ 5 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എക്സേർട്ട് ചെയ്യുന്നു. പക്ഷേ അതൊന്നും അറിയില്ലല്ലോ വീഡിയോ കാണുമ്പോൾ. തിരിച്ചു വരുമ്പോഴാണ് ഞാൻ റിലാക്സ് ചെയ്യുന്നത്. ആ സമയത്തൊന്നും എനിക്ക് ഒരു ക്ഷീണം ഒന്നും ഉണ്ടാവാറില്ല. ഞാനിങ്ങനെ വർക്ക് അതിങ്ങനെ ഒരു പാഷൻ പോലെ ഇങ്ങനെ കൊണ്ടുപോകും. ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ റിലാക്സ് ചെയ്യുമ്പോഴാണ് എല്ലാ അസുഖങ്ങളും വരുന്നത്. കൈവേദന, കാലുവേദന, തലവേദന, ബോഡി എല്ലാം വന്നിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് 1-2 ദിവസം റെസ്റ്റ് ചെയ്യുമ്പോൾ ബാക്ക് ടു നോർമലാകും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി. അതുകൊണ്ട് എനിക്കങ്ങനെ റെസ്റ്റ് വേണം എന്ന് തോന്നാറില്ല. എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം, ഇനി എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, അവിടെ പോകണം, അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇനി കാണാൻ. ഇനി എല്ലാം കുറേ കണ്ടതാണെങ്കിലും കണ്ട സ്ഥലങ്ങൾ വീണ്ടും കാണാനും നല്ല നല്ല വീഡിയോസ് ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും എനിക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. എനിക്കിപ്പോൾ യാത്ര ചെയ്യണമെങ്കിൽ ഒരു ക്യാമറ വേണം എന്നുള്ള അവസ്ഥയാണ്. ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോഴും ഞാൻ സെൽഫി മോഡിലിട്ട് ഞാൻ എടുക്കാറുണ്ട്. അറിയാമല്ലോ, ഞാൻ ഒറ്റയ്ക്ക് UK പോകുമ്പോഴും യൂറോപ്പിലൊക്കെ പോകുമ്പോഴും ഞാൻ ഷൂട്ട് ചെയ്യാറുണ്ട്. അന്ന് ക്യാമറാമാനൊന്നുമില്ല, ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നത്. എങ്കിലും എനിക്കിപ്പോൾ ഒരു കൂട്ടുകാരനെ പോലെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയെ പോലെയാണ് ക്യാമറ. നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന എനിക്കൊരു സേഫ്റ്റി പോലെയാണ് തോന്നുന്നത് ക്യാമറയായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ. അത് അത്രയും ഒരു സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാറി നിൽക്കാനും തോന്നാറില്ല. ഐ ലൈക്ക് വർക്കിംഗ്. എനിക്ക് കണ്ടിന്യൂസ് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കാം. എനിക്ക് കിടക്കുന്നത് ഇഷ്ടമാണ്, ഉറങ്ങുന്നത് ഇഷ്ടമാണ്. സമയം കിട്ടുന്ന പോലെ, അത്രേ ഉള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പം പുടുമോളോടൊപ്പം കളിച്ച് ചിരിച്ച് നടക്കുന്നത് തന്നെയാണ്, കുഞ്ഞിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഒരു വലിയൊരു ആൻസറാണ് ഞാൻ തന്നിരിക്കുന്നത്. ശ്രീ ചോദിച്ചിരിക്കുന്നത്, മാം ജസ്റ്റ് ഷെയർ യുവർ സിമ്പിൾ ടിപ്സ് ടു അച്ചീവ് അവർ ഗോൾസ് പീസ്ഫുള്ളി. അതിന് പ്രത്യേകിച്ചൊരു ഫോർമാറ്റില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഗോളുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക. നമുക്ക് ഒരു കാര്യത്തിനോട് നമുക്കൊരു പാഷൻ അല്ലെങ്കിൽ നമുക്കൊരു വേണം. ഗോളെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, നമുക്കൊരു അൾട്ടിമേറ്റായിട്ട് വി വോണ്ട് സംതിങ്, എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ചാൽ ആ ആഗ്രഹത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിനുള്ള എല്ലാ മാർഗ്ഗങ്ങളും സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിന് ചിലപ്പോൾ ഹാർഡ് വർക്ക് വേണ്ടി വരും, ഒരുപാട് പഠിക്കേണ്ടി വരും, കുറച്ച് നന്നായിട്ട് മെനക്കെടണം. ഓക്കെ, പിന്നെ സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിംഗർ ടിപ്പിലല്ല ഇരിക്കുന്നത്. നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് ആ ഗോളിൽ എത്താൻ പറ്റില്ല. ഇറ്റ് നീഡ്സ് ലോട്ട് ഓഫ് വർക്ക്, അല്ലേ, ഹാർഡ് വർക്ക്, കമ്മിറ്റ്മെൻറ്റ്. നമ്മൾ അതിനു വേണ്ടി ഇങ്ങനെ ഉന്നം ചെയ്തിരുന്നാലേ നമ്മൾ പറയില്ലേ 100 കാര്യങ്ങൾ അതായത് 100ഓളം നമ്മൾ അത്രയും വിചാരിച്ചാലേ അതിൻ്റെ ഒരു 80% നടന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നിരാശയൊന്നും വേണ്ട, നമുക്ക് ആ ഗോളിലേക്ക് എത്താൻ സാധിക്കും. പക്ഷേ പെർസിസ്റ്റൻ്റ് ആയിട്ട്, കണ്ടിന്യൂസ് ആയിട്ട്, അത് ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്താൻ പാടില്ല. ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ണം കുറയ്ക്കണം എന്നോ വെയിറ്റ് ലോസ് ആണ് നമ്മുടെ ഗോളെങ്കിൽ ആ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടി വർക്ക് ചെയ്യണം. ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോരുത്. നമ്മൾ ഇടയ്ക്ക് വെള്ളം ചേർക്കുക എന്നുള്ള പരിപാടി പാടില്ല. അതൊരു ഡിറ്റർമിനേഷനാണ്. അതുപോലെ ഗോൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഗോളെന്ന് നോക്കുക. നമുക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മൾ ആ ഗോൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തുക. ഇടയ്ക്ക് സെറ്റ് ബാക്സ് വരും, പക്ഷേ നിരാശ പാടില്ല. ജസ്റ്റ് കണ്ടിന്യൂ ഡൂയിങ് ഇറ്റ്. സക്സസ് വിൽ ബി യോഴ്സ് അറ്റ് വൺ പോയിൻ്റ് ഓഫ് ടൈം, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അങ്ങനെയാണ്. പിന്നെ കുറേയൊക്കെ ഞാൻ വിശ്വസിക്കുന്ന വിധിയിലും കൂടിയാണ് കേട്ടോ. നമുക്ക് വരാനുള്ളത് നമുക്ക് കിട്ടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നല്ലതായാലും ചീത്തയായാലും, നെഗറ്റീവ് ഓർ പോസിറ്റീവ്, നമുക്ക് വിധിച്ചിട്ടുള്ളത് നമുക്ക് എന്തായാലും വരും. നമ്മളൊന്നും ചെയ്താലും ചെയ്തില്ലെങ്കിലും വരും.
പിന്നെ നമ്മൾ ചെയ്യാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. വരും എന്ന് പറഞ്ഞിട്ട് വെറുതെ ഐഡലായിട്ട് ഇരുന്നിട്ടും കാര്യമില്ല. നമ്മൾ ആ സമയത്ത് അത് വർക്ക് ചെയ്യും. അതെന്തിനു വേണ്ടി? അപ്പം നമുക്ക് അങ്ങനെ തോന്നും, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും. അത് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് നല്ലതായിരിക്കും, ചിലപ്പോൾ അത് ചീത്തയായിരിക്കും. പക്ഷേ നമുക്ക് വരാനുള്ള കാര്യമാണെങ്കിൽ നമ്മുടെ മൈൻഡ് അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു നെഗറ്റീവ് കാര്യമാണ് നമുക്ക് വരാനുള്ളതെങ്കിൽ നമ്മൾ ആ നെഗറ്റീവിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കും നമ്മുടെ ആലോചനകളും നമ്മുടെ പ്ലാനിങ്ങും അതനുസരിച്ച് എക്സിക്യൂഷനും. അവസാനം കുളമായി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമേ എങ്ങനെ ആയി. പക്ഷേ നമ്മളെ അതിലേക്ക് കൊണ്ടുവരും. ദാറ്റ് ഈസ് വിധി എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫെയ്റ്റായിട്ട് വിചാരിക്കുക. അതല്ല, പോസിറ്റീവായിട്ടുള്ള കാര്യം നടക്കാനാണെങ്കിൽ അതും നമ്മുടെ മനസ്സ് അതിലേക്ക് എത്തും. പോസിറ്റിവിറ്റി വരാനായിട്ടുള്ള രീതിയിൽ, ആ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഓരോ ആക്ഷനും, നമ്മുടെ പ്ലാനിങ്ങും നമ്മുടെ എക്സിക്യൂഷനും എല്ലാം ആ രീതിയിലായിരിക്കും. ആൻഡ് ഫൈനലി നമുക്ക് ആ പോസിറ്റീവ് റിസൾട്ട് കിട്ടും. അത് നമുക്ക് യോഗമുണ്ടെങ്കിൽ, വിധിയുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് നമ്മുടെ ഫെയ്റ്റ് നമുക്കത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വെറുതെ ഐഡലായിട്ടിരുന്നാൽ ഇത് രണ്ടും സംഭവിക്കില്ല. രണ്ടും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്നൊരു ആക്ഷൻ ഉണ്ടാകണം. അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ആൻസർ സാറ്റിസ്ഫാക്ടറി ആണ് എന്ന് വിചാരിക്കട്ടെ. എനിവേ, താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, തസ്ലീമ അസീൻ എന്നാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് അറിയില്ല കേട്ടോ ആ സ്പെൽ ചെയ്തതിൽ. ഓക്കെ, മാം ട്രാവൽ വ്ളോഗ്സിലെ ചില യാത്രകൾ സ്പോൺസേർഡ് ആയിരിക്കുമോ? ട്രാവൽ എക്സ്പെൻസ് മുഴുവനും മാം ആയിരിക്കുമോ ചിലവഴിക്കുന്നത്? എങ്ങനെയായാലും ഐ എം എൻജോയിങ് യുവർ സ്വീറ്റ് ട്രാവലിംഗ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ സന്തോഷമായിട്ട് അത് എൻജോയ് ചെയ്യുന്നു എന്ന് കേൾക്കുന്നത് തന്നെയാണ് എൻ്റെ ഒരു റിവാർഡ്. പിന്നെ ട്രാവൽ വ്ളോഗ്സ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ലുക്രറ്റീവാണോ അല്ലെങ്കിൽ എനിക്ക് ലാഭത്തിന് ഞാൻ ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ലോസാണത്. എനിക്ക് പൈസ ചിലവാക്കി ഞാൻ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അത് ഒട്ടും തന്നെ എനിക്ക് പൈസ ഞാൻ ഉണ്ടാക്കുന്നില്ല, അതൊരു സത്യമാണ്. അതിൻ്റെ വ്യൂസൊക്കെ ഉണ്ട്, അത്യാവശ്യം വ്യൂസ് ഉണ്ട്, ഒരുപാടില്ലെങ്കിലും ഒരു മോഡറേറ്റ് വ്യൂസ് ഉണ്ട്. ചില വീഡിയോസ് കുറച്ചുകൂടി കിട്ടും, ചിലത് മോഡറേറ്റ്. അതിൽ നിന്നുള്ള റവന്യൂ എന്ന് പറയുന്നത് ഞാൻ ചിലവാക്കുന്നതിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പകുതി പോലും റവന്യൂ തിരിച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അത് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല. ട്രാവൽ വ്ളോഗ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ എന്താ പറയുക, LN വ്ളോഗ്സ് ആണെങ്കിലും നമ്മുടെ ലക്ഷ്മി നായസ് ട്രാവൽ വ്ളോഗ്സ് ആണെങ്കിലും 2 ചാനലിൽ ഞാൻ പൈസ മോട്ടിവേറ്റഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ല. LN വ്ളോഗ്സ് പക്ഷേ ഇൻസിഡൻ്റലി പൈസ കിട്ടുന്നുണ്ട്. അത് എന്താ പറയുക, നമുക്ക് ഇൻകം വരുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം അതിനുവേണ്ടി തുടങ്ങിയതല്ലെങ്കിലും ഇൻസിഡൻ്റലി അതിന്ന് വരുമാനവും വന്നു തുടങ്ങി. അത് ഫസ്റ്റ് വരുമാനം കിട്ടിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ ഇതിന്ന് ഇത്രയും പൈസയൊക്കെ കിട്ടുമോ എന്നുള്ളത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത്. അങ്ങനെ ആലോചിച്ചിട്ടേ അല്ല ചെയ്തത്, ഞാനൊരു ട്രെൻഡിനനുസരിച്ച് പോയതാണ്. യൂട്യൂബാണ് പിന്നത്തെ ഒരു മൂവിങ് കാര്യം, ഇനി വരാൻ പോണ അപ്കമ്മിങ് സംഭവം അതാണെന്ന് മനസ്സിലാക്കിയിട്ട് സ്റ്റഡി ചെയ്തിട്ട് ചെയ്തതാണ്. എനിക്കിഷ്ടമുള്ളൊരു കാര്യം, എൻ്റെ പാഷൻ ആളുകളിലേക്ക് ഒരുപക്ഷെ ടെലിവിഷൻ ചാനലിലൂടെ എത്തിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ യൂട്യൂബ് വഴിയായിരിക്കും ഇനിയുള്ള കാലത്ത് കൂടുതൽ റീച്ച് എന്ന് മനസ്സിലാക്കിയിട്ടാണ് സ്റ്റാർട്ട് ഓഫ് ചെയ്തത്. പക്ഷെ അത് പൈസ വരുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതല്ല എൻ്റെ മോട്ടീവ്. 2ാമത്തെ ചാനലാണെങ്കിലും ഒട്ടും തന്നെ പൈസ നോക്കിയല്ല ചെയ്യുന്നത്. കാര്യം അതിന് ചിലവ് കൂടുതലാണ്. LN വ്ളോഗ്സിനെക്കാട്ടിലും എക്സ്പെൻസീവാണ് നമ്മളുടെ ട്രാവൽ വ്ളോഗ്സ്. കാര്യം യാത്ര ചെയ്യണം, സ്പോൺസേഴ്സൊന്നുമില്ല ആസ് സച്ച്. പക്ഷേ കേരളത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് സ്റ്റേ മാത്രം പൈസ കൊടുക്കാണ്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. നല്ല നല്ല റിസോർട്ടുകളിലും നല്ല ഹോട്ടൽസ്. അത് ബിക്കോസ് നമുക്ക് അറിയുന്ന പരിചയക്കാരൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ സ്റ്റേ ഫ്രീ ആണ്, സ്റ്റേ ആൻഡ് ഫുഡ് ഫ്രീ ആയിരിക്കും. പക്ഷേ നമ്മളവിടെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, അവരെയും കൂടി നമ്മൾ ഉൾക്കൊള്ളിച്ചല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് അവർക്കും ഒരു ഗീവ് ആൻഡ് ടേക്ക് പോലെയാണ്. പക്ഷേ ഞാൻ ക്യാഷൊന്നും മേടിക്കുന്നില്ല, അവരുടെ നിന്നൊന്നും പൈസ മേടിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്. അങ്ങനെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് അതിനൊന്നും ഞാൻ പൈസ വാങ്ങുന്നില്ല. സെക്കൻഡ് തിങ്, ഞാൻ യാത്രകൾക്ക് ഇപ്പോൾ തമിഴ്നാടാണെങ്കിലും മറ്റ് സ്ഥലത്താണെങ്കിലും ഇവിടെയൊക്കെ പോകുന്നതിന്, കേരളത്തിൻ്റെ പല ഭാഗത്തും പോകുമ്പോഴും സഞ്ചരിക്കാനുള്ള പൈസ, അതായത് ട്രാവലിംഗ് എക്സ്പെൻസ് എല്ലാം ഞാൻ തന്നെയാണ് ബെയർ ചെയ്യുന്നത്. വേറെ സ്പോൺസേഴ്സൊന്നും ഇതുവരെ ആയിട്ടില്ല. ഇനി സ്പോൺസേഴ്സ് ആരെങ്കിലും വരികയാണെങ്കിൽ വളരെ സന്തോഷം. പിന്നെ എനിക്ക് സ്വാഭാവികമായിട്ടും ക്യാമറ, എഡിറ്റിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കും എല്ലാം എക്സ്പെൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഉടുക്കുന്ന സാരികൾ, എൻ്റെ ഇൻസിഡൻ്റലായിട്ട് പോകുന്ന സ്ഥലത്തൊക്കെ ഞാൻ ചുമ്മാ പോകത്തില്ലല്ലോ, കൈവീശി വരാറില്ല. എല്ലായിടത്തും പോയി ഷോപ്പ് ചെയ്യാറുണ്ട്, അതെല്ലാം പൈസ മുടക്കി തന്നെയാണ് വാങ്ങുന്നത്. അപ്പോൾ ഇതൊരു എക്സ്പെൻസീവ് ജേണി തന്നെയാണ്. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ട്രിച്ചി ആൻഡ് കുംഭകോണം യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്കൊരു 75,000 to 80,000 റുപ്പീസാണ് എൻ്റെ ടോട്ടൽ എക്സ്പെൻസ്. അവിടെ വലിയ പോഷ് ഹോട്ടലിലൊന്നും ആയിരിക്കില്ല താമസിക്കുന്നത്, എങ്കിലൊരു 3,500 ആ ഒരു റേഞ്ചിലുള്ള റൂംസ്, മോഡറേറ്റ് ഒരു 4 സ്റ്റാറിനെ ആ ഒരു റേഞ്ചിനകത്ത് അത്ര റീസണബിളി ഗുഡ് ഹോട്ടലായിരിക്കും. അങ്ങനെ താമസിച്ചിട്ട് പോലും ഒരു വണ്ടി കാറിലാണ് പോകുന്നത്, അതിൻ്റെ ഡീസൽ, ഡ്രൈവറിൻ്റെ പൈസ, അങ്ങനെയൊക്കെ. ചിലപ്പോൾ ഡ്രൈവർ നമ്മുടെ മന്ത്ലി സാലറി ഉള്ള ഡ്രൈവറാകാം, അല്ലെങ്കിൽ നമ്മൾ ഹയർ ചെയ്യുന്നൊരു ഡ്രൈവറാകാം. സൗകര്യം പോലെ എല്ലാത്തിനാണെങ്കിലും ചിലവാണല്ലോ കംപ്ലീറ്റ്ലി. അപ്പോൾ ടോട്ടലായിട്ട് എങ്ങനെ നോക്കിയാലും ഒരു 80,000 റുപ്പീസോളം എനിക്ക് ഒരു
ട്രാവലിന് തന്നെ ചിലപ്പോൾ ഒരു 10 വീഡിയോസ് മാത്രമായിരിക്കും ഞാൻ അതിൽ നിന്നും ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസം ഞാനിപ്പോൾ ആഴ്ചയിൽ 3 വീഡിയോസാണ് ഇടുന്നത്, 12 വീഡിയോസ്. അപ്പോൾ എക്സ്പെൻസ് തന്നെയാണ്, ഡെഫിനറ്റ്ലി എക്സ്പെൻസീവാണ് എൻ്റെ യാത്രകളും. അതിൽ നിന്ന് വരുമാനം ചിലവും വെച്ച് ടാലി ചെയ്യുമ്പോൾ കയ്യിൽ നിന്നാണ് കൂടുതൽ പോകുന്നത്. പക്ഷേ എനിക്കത് വിഷമമില്ല, കാര്യം ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമാണ്. ഐ ലവ് ട്രാവലിംഗ്, ഐ ലവ് എക്സ്പ്ലോറിങ്. പിന്നെന്താ, എനിക്ക് നല്ല വീഡിയോസ് എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എൻ്റെ ഒരു വലിയൊരു പാഷൻ തന്നെയാണത്. ഞാൻ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ കാണുന്ന കാഴ്ചകൾ, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചികൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ട്, വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻറ്റ്സ്, നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ വാക്കുകൾ, അതാണ് എന്നെ ഇൻസ്പയർ ചെയ്യുന്നത് വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യാനായിട്ട്. സോ എനിക്കിഷ്ടമാണ്, എൻ്റെ ഒരു വലിയ പാഷനാണ് കേട്ടോ. അതുകൊണ്ടാണ്, അത് പൈസ നോക്കി ചെയ്യുന്നതല്ല. അതുകൊണ്ടാണ് അതിന് ആ ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഹൗ യു ടാക്കിൾ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഇൻ യുവർ ലൈഫ് മാം, ഒരു ചോദ്യമാണ്. കിങ് എന്ന് പറയുന്ന ഒരു ഐഡിയ എന്നാണ് വന്നിരിക്കുന്നത്. കിങ്, അത് റിയൽ പേരല്ലല്ലോ. ഹൗ യു ടാക്കിൾ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഇൻ യുവർ ലൈഫ്, ഹൗ ക്യാൻ എനിബഡി ബി സോ പോസിറ്റീവ് ലൈക്ക് യു, ഗിവ് സം ടിപ്സ് മാം. അതിൽ വേറൊരു കാര്യമില്ല. അതായത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ വരും, എല്ലാവരുടെ ജീവിതത്തിലും വരും. അപ്സ് ആൻഡ് ഡൗൺസ് ആർ ഓൾവേസ് ദർ. എപ്പോഴും നല്ലത് തന്നെ വരണം എന്നില്ലല്ലോ. നമ്മൾ റിയാലിറ്റിയിൽ ചവിട്ടി നിൽക്കുമ്പോൾ നമുക്കിതൊന്നും ഒരു വിഷയമല്ല. നമ്മളെപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യണം, ചിലപ്പോൾ നല്ലത് വരും, ചിലപ്പോൾ ചീത്ത കാര്യങ്ങൾ വരും. അപ്പോൾ അത് നല്ലത് വരുമ്പോൾ മാത്രം സന്തോഷിക്കുകയും ചീത്ത വരുമ്പോൾ ഡെസ്പായി പോകുന്നതിൽ അർത്ഥമില്ല. നമ്മൾ സെൽഫായിട്ട് കുറച്ച് സ്ട്രോങ് ആയാലേ പറ്റുള്ളൂ. മെൻ്റലി കുറച്ച് സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കുക. എല്ലാ കാര്യങ്ങളും വരും പോകും, ഇതൊന്നും ശാശ്വതമായ കാര്യങ്ങളല്ല. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒരു പീരീഡ് ഓഫ് ടൈമിലേ അത് കാണുള്ളൂ. പിന്നെ അത് ഡൈ ഔട്ട് ചെയ്യും, ആൾക്കാർ മറന്നു പോകും, പിന്നെ നമ്മൾക്കും മാറ്റങ്ങൾ വരും. ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ മാറി നല്ല സിറ്റുവേഷൻസിലേക്ക് നമ്മൾ ചിലപ്പോൾ പോകും. അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചാൽ മതി. ഇതൊക്കെ ഒരു സമയം, ഇതൊക്കെ ഒരു അനുഭവം, അതിലൂടെ കടന്നു പോകണം എന്നാണ് നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടന്നു പോകും. അങ്ങനെ വിചാരിച്ചാൽ മതി. അതൊക്കെ നമ്മൾ എക്നോളജ് ചെയ്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് വരിക. എന്ത് നെഗറ്റീവ് വന്നാലും ദർ ഈസ് ഓൾവേസ് എൻ ഓപ്പോസിറ്റ് സൈഡ്. ഇതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ടാകും. നല്ല കാര്യങ്ങളും വരും എന്ന് വിചാരിക്കുക, നല്ല കാര്യങ്ങൾ സംഭവിക്കും. പിന്നെന്താണ് ആ ക്വസ്റ്റ്യന്? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ശ്രീറാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഹായ് ഡിയർ, ഹൗ ഡു യു മാനേജ് യുവർ കിച്ചൺ ആൻഡ് യുവർ ട്രാവൽ പ്ലാൻസ്, പ്ലീസ് ആൻസർ മീ. കിച്ചൺ മാനേജ് ചെയ്യാൻ ഒരു പാടുമില്ല. എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആൾക്കാർ വരും. ഞാനില്ലാത്ത സമയത്ത് കുറച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആളുണ്ടാകും. കുക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സേഫാണ്. പിന്നെ ക്ലീനിങ്ങിനുള്ള ആൾക്കാർ അല്ലെങ്കിലും വരുന്നുണ്ട്. അപ്പം പിന്നെ ഇവിടെ അനുക്കുട്ടി ഉണ്ടാകും, പൂച്ചേട്ടനുണ്ടാകും, മാനേജ് ചെയ്യും. പിന്നെ പറ്റാത്ത കാര്യങ്ങൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല. സ്വിഗ്ഗി ഉണ്ട്, പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് പാർസൽ എടുക്കാം. അപ്പം അതൊന്നും ഒരു ഇഷ്യൂ അല്ല. ഉണ്ടാക്കാനായിട്ട് കുക്കിങ്ങിനും ആൾ വരുന്നുണ്ടാവും, എന്താ പറയുക, അതിനും ആളുണ്ട്, ക്ലീനിങ്ങിനും ആളുണ്ട്. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. ഞാനില്ല എന്ന് പറഞ്ഞ് പ്രശ്നമില്ല, നോ പ്രോബ്ലം. ഞാൻ വന്നു കഴിയുമ്പോൾ അതനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരും, അത്രേ ഉള്ളൂ. എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ്, നമ്മൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്താലേ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ. എപ്പോഴും ഭാര്യ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയാൽ മാത്രമേ കഴിക്കുകയുള്ളൂ, വന്ന് ഭാര്യ കൂടെ നിന്ന് വിളമ്പി കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഹസ്ബൻഡ്സ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ. പക്ഷേ നമുക്കെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. നമ്മൾ ഒറ്റയ്ക്കല്ലേ ട്രാവൽ ചെയ്യുന്നത്, അപ്പോൾ എപ്പോഴും കൂടെ നിന്ന് വിളമ്പി കൊടുക്കുന്നത്, അത് പണ്ടും അങ്ങനെ ഒരു ശീലമില്ല. ഉണ്ടെങ്കിൽ ഓക്കെ, ഒന്നിച്ചിരുന്ന് ചിലപ്പോൾ കഴിക്കും. എല്ലാ ദിവസവും അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ വിളമ്പി കൊടുക്കും, സ്വന്തമായിട്ട് എടുത്ത് കഴിക്കും. എല്ലാവരും ഇൻഡിവിജ്വൽസ് അല്ലേ, എല്ലാവർക്കും സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അറിയാമല്ലോ, പഴയ കാലമൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മളിവിടെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം, എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അവർക്കെല്ലാം ഇഷ്ടപ്പെട്ട സ്പെഷ്യൽ ഡിഷസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇതെപ്പോഴും അല്ലല്ലോ, ഞാൻ എപ്പോഴും ഇല്ല. ഇപ്പോൾ മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ ഒരു മാക്സിമം എന്നെ ഒരു 10 ദിവസത്തിൽ കൂടുതൽ ആരും മിസ് ചെയ്യില്ല. ഈ 2 ട്രിപ്പ് വെച്ചാൽ പോലും എല്ലാം കൂടി ഒരു മാക്സിമം ഓഫ് 10 days ഒരു മാസത്തിൽ ഞാൻ വീട്ടിലുണ്ടാവാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഐ എം ഓൾവേസ് ഹിയർ. ഞാൻ രാവിലെ പോയി വൈകുന്നേരം വരും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വരും. രാവിലെ മാത്രം പോയി പുറത്ത് പോയി ഷൂട്ട് ചെയ്തിട്ട് വരും, അല്ലെങ്കിൽ വൈകുന്നേരം മാത്രം പുറത്ത് പോകും, തിരിച്ച് വരും. പിന്നെ നമ്മുടെ വ്ളോഗ്സ്, കുക്കിംഗ് വ്ളോഗ്സ്, മോസ്റ്റ് ഓഫ് ദ കുക്കിംഗ് വ്ളോഗ്സ് ചിലപ്പോൾ വൈകുന്നേരങ്ങളിലായിരിക്കും എടുക്കുന്നത്, മേളിലത്തെ കിച്ചണാണെങ്കിൽ. പിന്നെ താഴെയാണെങ്കിൽ നമ്മൾ ലഞ്ച് ഉണ്ടാക്കുന്നു, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ അത് വീട്ടിലെ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുമല്ലോ. നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്, അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അടുത്ത ആളാരായ ഇത്തു മാം, ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? പിന്നെ മാം ഏറ്റവും വിഷമം തോന്നിയ ഒരു നിമിഷം പറയൂ. വിഷമം തോന്നിയ നിമിഷം, അങ്ങനെ ഒരു നിമിഷമൊന്നും പറയാൻ പറ്റില്ല. ഒരു നിമിഷം അല്ലല്ലോ ജീവിതത്തിൽ. വിഷമം തോന്നിയ ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ ഞാൻ കടന്നുപോയ വഴികളും. കഠിനമായ പാതകളിലൂടെ ഞാൻ കടന്നു പോയിട്ടില്ലേ. 1 മാസത്തോളം എന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ നെഗറ്റീവായിട്ട്. കോളേജ് ഇഷ്യൂ വന്ന സമയത്ത്, ദാറ്റ് ഈസ് 2017 ആ കാലഘട്ടം. അതൊന്നും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതെനിക്ക് ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് എങ്ങനെ പറയണമെന്ന് തന്നെ അറിയില്ല.
ആ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നുപോയി എന്നുള്ള ദൈവത്തിൻ്റെ ഒരു സഹായം കൊണ്ട് ഞാൻ നല്ല ഈശ്വര വിശ്വാസിയാണ്. അതുകൊണ്ട് എൻ്റെ അമ്മ വലിയൊരു ഈശ്വര വിശ്വാസിയായിരുന്നു. ആ സമയത്ത് എൻ്റെ അമ്മ ബെഡ് റിഡൺ ആയിരുന്നു. ഈ ഇഷ്യൂസ് അമ്മ ഒന്നും അറിയുന്നില്ല. അമ്മ ബെഡ് റിഡൺ. ഞാൻ അമ്മയെ നോക്കാനായിട്ട് അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലാണ് അന്ന് സ്റ്റേ ചെയ്യുന്നത്. എൻ്റെ വീട്ടിലും അല്ല, ഇവിടെ അല്ല. എൻ്റെ ഹസ്ബൻഡും കുട്ടികളും മാത്രമേ ഇവിടെയുള്ളൂ. ഐ വാസ് ഇൻ മൈ പാരൻസ് ഹൗസ് ഇൻസൈഡ് ദ ക്യാമ്പസ്. ഞാൻ ക്യാമ്പസിനകത്ത് താമസിച്ചുകൊണ്ട് തന്നെയാണ് എനിക്ക് ചുറ്റുമുള്ള ആരവങ്ങളും നെഗറ്റീവ്സും കല്ലെറിയലും ഒക്കെ ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. ഒരു കോട്ടേജിനകത്ത് താമസിച്ചുകൊണ്ട്. അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ ബെഡ് റിഡനായിട്ട് കിടക്കുന്നു. ഐ വാസ് വിത്ത് ഹർ. ഒരു ഹോം നേഴ്സും ഉണ്ട്, ഞാനും ഉണ്ട്. എൻ്റെ അച്ഛനും അന്ന് കാലൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, നടക്കാനൊക്കെ ഇച്ചിരി ആ സമയത്ത് ഒരു സർജറി ഒക്കെ കഴിഞ്ഞിരിക്കും. അച്ഛൻ വാസ് ഓൾസോ വെരി വീക്ക്. അങ്ങനെ ഒരു പീരീഡായിരുന്നു. എന്നിട്ട് ഒരുപാട് പേര് നമ്മൾ കൂടെ സ്നേഹിച്ചുകൊണ്ട് നടന്നവർ, നമ്മൾ വിശ്വസിച്ചവർ എല്ലാവരും ബാക്ക് സ്റ്റാബ് ചെയ്തൊരു സമയമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. അത് നമ്മളെ ഇഷ്ടപ്പെടാതിരുന്നവർ നമ്മളെ കല്ലെറിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ക്വാർട്ടേഴ്സിൽ നിന്നും സപ്പോർട്ട് കിട്ടേണ്ട സ്ഥലങ്ങളിൽ നിന്നും കിട്ടാണ്ട് ഒറ്റപ്പെട്ട് നിന്ന്, അതായത് നിരായുധയായി നിൽക്കുക എന്നൊക്കെ പറയില്ലേ, നമുക്ക് ചുറ്റും എന്താ പറയേണ്ടത്, ഒരു കർണൻ്റെ അവസ്ഥ എന്നൊക്കെ പറയില്ലേ മഹാഭാരതത്തിൽ, ഏതാണ്ട് ആ അവസ്ഥയിൽ തന്നെയായിരുന്നു ഞാൻ. എൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, എൻ്റെ സേഫ്റ്റി കർണനെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമാണല്ലോ. ആ ചട്ടയും പ്രൊട്ടക്റ്റീവ് ഒന്നുമില്ല. ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ ആളില്ല. ഞാനൊരു തെറ്റുകാരിന്ന് ബ്രാൻഡഡായിട്ട് നിൽക്കുന്നു. നോബഡി വാസ് സപ്പോർട്ടിങ് മീ. അപ്പോൾ നമ്മളങ്ങ് ഭയങ്കരമായിട്ട് ഓക്കെ, ഓഫ് കോഴ്സ് ഹസ്ബൻഡും കുട്ടികളും കുറച്ച് സപ്പോർട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വിഷമമാണല്ലോ അത് ഞാൻ എന്നെപ്പറ്റി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് വലിയ വിഷമം കൊടുക്കുന്ന കാര്യമാണ്. ഞാൻ വിഷമിച്ചതിനെ കാട്ടി കൂടുതൽ എനിക്ക് ചുറ്റുമുള്ളവർ വിഷമിച്ചു. എങ്കിലും ഞാനതിലൂടെ എങ്ങനെ കടന്നുപോയി എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എനിക്കറിയില്ല അതെങ്ങനെയായിരുന്നു. ഒരു തരം മരവിപ്പായിരുന്നു എന്ന് പറയാം. നമ്മളൊരു ഫ്രീസ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതുപോലെ എന്തൊക്കെയോ നടക്കുന്നു എനിക്ക് ചുറ്റും. ഞാനല്ല, എന്നെപ്പറ്റി അല്ലാതാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു 10% 20% മാത്രം സത്യങ്ങളും ബാക്കി മുഴുവൻ അസത്യങ്ങളും. അപ്പോൾ ഞാൻ എന്നെ അല്ല പറയുന്നതെന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഫീലിംഗ് ആണല്ലോ. നമ്മളങ്ങ് ഫ്രീസ് ചെയ്ത് നിൽക്കുന്നത്, നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. ഒരു മരവിപ്പെന്ന് പറയില്ല, അങ്ങനെ കടന്നുപോയി എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ പക്ഷേ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ദൈവം എന്നെ കൈപിടിച്ച് നടത്തിയെന്ന് തന്നെ പറയാം. ആ ഒരു മാസം, അത് കഴിഞ്ഞിട്ടുള്ളൊരു 1-2 മാസവും, അത് കഴിഞ്ഞിട്ട് എല്ലാം ഡൈ ഔട്ട് ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഒരുപാട് കാലം അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ആഫ്റ്റർ മാത്ത് പോലെ അത് ഫിസിക്കലി എന്നെ കുറച്ച് എക്സേഷൻ ഉണ്ടായി. ഫിസിക്കൽ മീൻസ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ത്രോട്ട് ഇൻഫെക്ഷൻ എന്ന് പറയാം, റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടായി. വോക്കൽ കോഡിന് ചെറിയ പ്രശ്നം. കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫോണിൽ വിളിക്കുന്നവരോടും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് ഭയങ്കര വോയിസ് ഇഷ്യൂസ് ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് 1 മാസമോ 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ന്യൂമോണിയ പോലെയൊക്കെ വന്നു. ഭയങ്കര ഇഷ്യൂ. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. കുറച്ച് ഫിസിക്കലായിട്ടുള്ള, മെൻ്റലി എന്നെ ഒന്നും ബാധിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. ബാധിച്ചിട്ടുണ്ടാവും. ഉറക്കമില്ലാത്ത രാത്രികളുണ്ടായിരുന്നു, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. പക്ഷേ എനിക്കറിയില്ല എന്തായിരുന്നു അപ്പോൾ ആ സമയം. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു തേർഡ് പേഴ്സൺ പോലെ എൻ്റെ ആത്മാവ് വെളിയിൽ ഇറങ്ങിയതൊന്നും ഇങ്ങനെ കാണുന്ന പോലെയാണ്. ഞാൻ എൻ്റെ ബോഡി അകത്തുണ്ട്, ഞാൻ എവിടെയാണോ എനിക്കറിയില്ല. ഞാനിതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ കേൾക്കുന്ന കാര്യങ്ങൾ ഇതിൽ എത്രത്തോളം സത്യമുണ്ട്, പക്ഷേ എനിക്കിത് ആരോടും പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. നോബഡി സപ്പോർട്ടിങ് മീ. എന്നെ കല്ലെറിയാനാണ് എല്ലാവരും നിൽക്കുന്നത്. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ദൈവം അതിനെല്ലാത്തിനും ഒരു കാരണമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും ഒരു കാരണമുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ ഒരു തീയിലൂടെ ഞാൻ കടന്നു പോയെങ്കിൽ അതൊരു ശുദ്ധി കലശം പോലെ വിചാരിക്കാം. അതൊരു പോസിറ്റിവിറ്റിയിലേക്കുള്ളൊരു നടത്തമായിരുന്നു. ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും ഇങ്ങനെ ഇറങ്ങി വന്ന് ഞാനൊരു പോസിറ്റീവിലേക്ക് കയറി ദൈവത്തിൻ്റെ ഒരു അദൃശ്യകരങ്ങളിലൂടെ എന്നെ കൈപിടിച്ച് നടത്തി പുറത്തേക്ക് കൊണ്ടുവന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ വിചാരിക്കുന്നത്. അതും കഴിഞ്ഞിട്ടാണ് എൻ്റെ അമ്മ മരിക്കുന്നത് 2017. ആ പീരീഡ് അല്ല, 2019 അത് കഴിഞ്ഞ് അമ്മയും മരിച്ചൊരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത്. പക്ഷേ അമ്മ ഈ പീരീഡിൽ എനിക്ക് ഇഷ്യൂ വന്ന സമയം അമ്മ ഒന്നും അറിയുന്നില്ല കേട്ടോ. അമ്മ ഒരു വെജിറ്റബിൾ സ്റ്റേറ്റിലായിരുന്നു. അമ്മയ്ക്ക് ഇതൊന്നും അറിയേണ്ടി വന്നില്ല, കാണേണ്ടി വന്നില്ല. ഷി വാസ് ജസ്റ്റ് ബെഡ് റിഡൻ. അത് മാത്രമേ ഉള്ളൊരു ആശു. പക്ഷേ അച്ഛൻ ഒരുപാട് മെൻ്റലി വിഷമിച്ചു ആ സമയത്ത്. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെന്താ പറയുക, അത് കഴിഞ്ഞ് 2019 ഞാൻ പറഞ്ഞല്ലോ, ഭഗവാൻ എൻ്റെ കൈ പിടിച്ച് നടത്തി, എന്നെ ആ തീയിലൂടെ നടത്തി പുറത്തേക്ക് കൊണ്ടുവന്നു, ശുദ്ധികലശം ചെയ്ത് പുറത്തിറക്കി.
2019 നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ സ്നേഹം മാത്രമേ കണ്ടിട്ടുള്ളൂ, നല്ല മുഖങ്ങൾ, പോസിറ്റീവ് എനർജി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, നെഗറ്റീവ്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും നെഗറ്റീവ്സ് കണ്ട ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കിനി എന്ത് നെഗറ്റീവ് കണ്ടാലും എന്നെ ബാധിക്കില്ല. അതായിരിക്കും ഒരു പക്ഷേ നമ്മളെ മാക്സിമം കണ്ടു കഴിഞ്ഞു, എക്സ്ട്രീം ലെവലിൽ ഞാൻ കേട്ടു കഴിഞ്ഞ ഒരാൾ ഇനി ഇതിനെക്കാട്ടും എന്ത് വരാൻ. അപ്പോൾ ഇനി എന്ത് നെഗറ്റീവ് പറഞ്ഞാലും എനിത്തിങ് എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും എന്ത് നെഗറ്റിവിറ്റി കേട്ടാലും എന്നെ അത് ബാധിക്കാറേ ഇല്ല. അതൊന്നും അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഇറ്റ്സ് നത്തിങ്. അതാണ് സത്യാവസ്ഥ. അതുകൊണ്ടാണ് എന്നെ ഒന്നും ബാധിക്കാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കിനി ഒന്നും ബാധിക്കാനില്ല. കിട്ടാവുന്നതൊക്കെ കിട്ടിക്കഴിഞ്ഞു. ദർ ഇസ് നത്തിങ് മോർ. പറയാവുന്ന ആൾക്കാരെല്ലാം പറയേണ്ടതിൻ്റെ അങ്ങേയറ്റം വരെ പറഞ്ഞു. ബോഡി ഷെയ്മിങ് ആണെങ്കിലും, ബോഡി ഇൻസൾട്ടിങ് ആയിട്ടാണെങ്കിലും, ഡ്രസ്സിങ്ങിൻ്റെ കാര്യമാണെങ്കിലും, ആളിനെക്കുറിച്ചാണെങ്കിലും, വ്യക്തിപരമായിട്ടാണെങ്കിലും, മോറൽ സൈഡിനെ കുറിച്ചാണെങ്കിലും, കുടുംബത്തെക്കുറിച്ചാണെങ്കിലും, നാട്ടുകാർ എല്ലാം, എവ്രിതിങ് ഈസ് സെറ്റ്. അതിലൊരു ശതമാനം പോലും സത്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കേട്ടൊരാളെന്നുള്ള നിലയ്ക്ക് ഇനി എന്ത് കേൾക്കാൻ, ഇത് എന്ത് കേട്ടാലും എന്നെ ബാധിക്കില്ല. സോ ഇറ്റ്സ് എ ബ്ലെസ്സിങ് ആക്ച്വലി. അതൊക്കെ കഴിയാൻ പറ്റി, അതെല്ലാം ഫേസ് ചെയ്യാൻ പറ്റി എന്നുള്ളതൊരു ബ്ലെസ്സിങ് ആണ്. ഇനി എനിക്കതൊന്നും പ്രശ്നമില്ല. സോ ഐ എം ജസ്റ്റ് മൂവിങ് ഫോർവേഡ്. അതാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ പോസിറ്റീവ് കാര്യങ്ങളുമായിട്ട് ഞാൻ നടക്കുകയാണ്. അതാണ് ഏറ്റവും വിഷമം തോന്നിയ ഒരു നിമിഷം എന്ന് പറയാൻ പറ്റില്ല. കുറേ നിമിഷങ്ങൾ, കുറേ ദിവസങ്ങൾ, അങ്ങനെ മാസങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന വെച്ചാൽ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടിയാണ് ഇവിടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. വീട്ടുകാര്യവും പ്രൊഫഷണൽ കാര്യങ്ങളും എല്ലാം നമ്മളെല്ലാവരും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരാളാണ്. എനിക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ട്. ഇത്ര മണിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യണം, ഇത്ര ദിവസം ചെയ്യണം, എന്ത് ചെയ്യണം, ഏത് ചെയ്യണം. ഐ ഹാവ് എ പ്ലാൻ. ആ പ്ലാൻ എനിക്ക് എക്സിക്യൂട്ട് ചെയ്ത് പോയേ പറ്റുള്ളൂ. ആ പ്ലാനിന് എന്തെങ്കിലും തടസ്സം വരുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്, അല്ലാതെ എനിക്ക് ദേഷ്യം വരുന്നില്ല. ആൻഡ് ഈ പ്ലാനിങ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ഉറങ്ങുന്ന ദിവസങ്ങൾ കുറവായിരിക്കും. ചില ദിവസം എനിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ആ ദിവസം ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കും, മേ ബി ഒരു 2-3 hours ആയിരിക്കും ഞാൻ ഉറങ്ങുന്നത്. എന്നാലും എനിക്ക് പ്രശ്നമില്ല. ചിലപ്പോൾ ഇഷ്ടംപോലെ സമയം കിട്ടും ഉറങ്ങാൻ, ഓക്കെയാണ്. ചിലപ്പോൾ രാത്രി ലേറ്റായിട്ട് എനിക്ക് വർക്ക് ചെയ്യേണ്ടി വരും, അപ്പോഴും എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ എനിക്കൊരു അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഇപ്പോൾ മാജിക് ഓൻ്റെ ഷൂട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ആയിരിക്കും ഞങ്ങൾ തീർക്കുന്നത്. എന്നാലും വി ജസ്റ്റ് എൻജോയ്. ആ ഒരു നിമിഷമാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്, അല്ലാതെ അങ്ങനെ ഇല്ല. ഓരോ നിമിഷവും, ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞാൻ ആസ്വദിച്ച് പൂർണ്ണതയിൽ അതിലൂടെ കടന്നുപോയാണ് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈച്ച് ആൻഡ് എവറി ഡേ, ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് ഐ എൻജോയ് ആൻഡ് എന്താ പറയുക, അതിലൂടെ തന്നെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അത് നല്ലതായാലും ചീത്തയായാലും. ഇനി ഒരു പ്രധാന ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അതായത് മിഴി പിള്ളൈ ആണ് ചോദിച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ദ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ഹാർഡ് ടു കീപ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ മദർ ഇൻ ലോ ആൻഡ് ഡോട്ടർ ഇൻ ലോ വാം, ബട്ട് യു ആർ മാനേജിങ് ഇറ്റ് വെൽ. ഹൗ ഡു യു മാനേജ് ദിസ്? ഇതിനെ ബേസ് ചെയ്തിട്ട് 2 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഡോട്ടർ ഇൻ ലോ ആൻഡ് മദർ ഇൻ ലോ റിലേഷനെ കുറിച്ച് പറയുമ്പോൾ അതിൽ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഒരു ഡോട്ടർ ഇൻ ലോ എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒരു കുട്ടി വരികയാണെങ്കിൽ, നമ്മുടെ മകൻ്റെ വൈഫായിട്ട് വരുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? എനിക്കൊരു മകനും മകളും ഉണ്ട്. എൻ്റെ മകൾ വേറൊരു വീട്ടിലെ ഡോട്ടർ ഇൻ ലോ ആണ്. ഞാനല്ല മോളുടെ കാര്യങ്ങൾ നോക്കുന്നത്. ഞാൻ അത്യാവശ്യം അവർക്ക് ആവശ്യം വരുമ്പോൾ ഒരു ഹെൽപ്പിന് പോയിട്ടുണ്ട്, ഇല്ലയെന്നല്ല. എൻ്റെ കുഞ്ഞുങ്ങൾ ഡെലിവറി സമയത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ബേസിക്കലി മോളിപ്പോൾ മോളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോടൊപ്പമാണ് അവിടെ. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ എല്ലാം അവരുടെ മോളുടെ ഹസ്ബൻഡിൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഫാമിലീസ് എല്ലാവരും മാഞ്ചസ്റ്ററിലാണല്ലോ. അപ്പോൾ എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിലും അവരാണ് അവർക്ക് സപ്പോർട്ടീവായിട്ടിരിക്കുന്നത്. മദർ ലോ എല്ലാവരും അവിടെ തന്നെയാണ്. നമ്മളിവിടെയല്ലേ ഇത്രയും ദൂരം, പക്ഷേ അവരെല്ലാം പൊന്നുപോലെയാണ് പാർവതിയെ നോക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്കെൻ്റെ കൂടെ ഉള്ളത് എൻ്റെ മകളുടെ സ്ഥാനത്ത് ഇപ്പോൾ അനുക്കുട്ടിയാണ്. അപ്പോൾ മകനെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും അങ്ങനെയല്ലേ, മകനെയും മകളെയും നമ്മൾ സ്നേഹിക്കുമ്പോൾ അവരുടെ ഭാര്യ ആയാലും അവരുടെ ഭർത്താവായാലും നമ്മുടെ സണ്ണിലോ ആണെങ്കിലും നമ്മുടെ ഡോട്ടറിലോ ആണെങ്കിലും അവരെ നമ്മൾ വേറെ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ഫാമിലി. നമ്മുടെ മകൻ എന്താണോ ആ മകൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മകൾ തന്നെയാണ്. ആ ഒരു കോൺസെപ്റ്റാണ് എനിക്കുള്ളത്. അത് പണ്ട് തൊട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെയാണ് ഒരു തോട്ട്. അനുക്കുട്ടിയെ എനിക്ക് പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു അനുക്കുട്ടി. അനുവിനെ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് പറയാം. അനു അവിടെ ഫസ്റ്റ് 5 year വന്ന് ജോയിൻ ചെയ്യുമ്പോൾ, അതായത് +2 കഴിഞ്ഞിട്ട് അവിടെ ഡിഗ്രി LLBക്ക് വന്ന് ജോയിൻ ചെയ്യുന്ന ദിവസം തൊട്ട് എനിക്കറിയാം. ഇൻ്റർവ്യൂ ചെയ്തതൊക്കെ ഞാനും അച്ഛനും കൂടി ഇരുന്നാണ് ആ ഇൻ്റർവ്യൂ ബോർഡിൽ ഞങ്ങളാണല്ലോ അഡ്മിഷനൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ആ സമയത്ത്. അപ്പോൾ അനുവിനെയും അന്ന് തൊട്ട് എനിക്ക് അതിനാണ് അറിയാം. പക്ഷേ അന്ന് എനിക്കറിയില്ല എൻ്റെ ഡോട്ടറിലോ ആയിട്ട് വരാൻ പോണ ആളാണെന്നൊന്നും അറിയില്ല. പക്ഷേ എന്നാലും എനിക്ക് അന്നേ ആ കുട്ടീനെ ഇഷ്ടമായിരുന്നു. നല്ല പെരുമാറ്റം, നല്ലൊരു കുട്ടിയായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അവരുടെ ഫസ്റ്റ് ഇയർ തന്നെ എനിക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്ലാസ്സസ് ആയിരുന്നു. പിന്നെ മുകളിലോട്ടുള്ള ക്ലാസ്സുകളിൽ ഞാൻ ലോ പേപ്പേഴ്സ് എടുക്കുന്ന സമയത്ത് ഐ യൂസ് ടു ടീച്ച്. അവരുടെ പ്രിൻസിപ്പളായിരുന്നു. അങ്ങനെ എനിക്ക് അപ്പോൾ ആ സമയത്തൊക്കെ എന്നെ ഭയങ്കര പേടിയാണ് പ്രിൻസിപ്പൾ എന്നുള്ളത്. പക്ഷേ അത് കഴിഞ്ഞ് എന്നാലും പിന്നെ എൻ്റെ മകൻ്റെ വൈഫായി വരാൻ പോകുന്ന കുട്ടിയാണെന്ന് അറിഞ്ഞതിന് ശേഷം കൂടുതൽ സ്നേഹിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്ന് തൊട്ട് ഈവൻ ബിഫോർ മാരേജ് ഞാൻ അനുവിനെ വിഷ്ണുവിൻ്റെ വൈഫായി വരാൻ പോണ കുട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട്
എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എന്നോടൊപ്പം എൻ്റെ കൂടെ ചേർന്ന് നടക്കുന്ന ഒരാളായി. അപ്പോൾ ഞങ്ങൾ ആ കാലം തൊട്ട് ഇങ്ങനെ കൂടുതൽ, അപ്പോൾ ആ പ്രിൻസിപ്പളുടെ അടുത്തുള്ളൊരു ഭയമൊക്കെ ഒന്ന് മാറി. എങ്കിലും ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ലോ, നമ്മൾ ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ്. എല്ലാ കാര്യത്തിനും അനുവിനെ വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അനു ആണെങ്കിൽ അതുപോലെ തന്നെ ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് തന്നെയാണ് ഇവിടെ. തൊട്ടപ്പുറത്ത് അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അവിടെ പോവും വരും. എന്നാലും കൂടുതൽ സമയവും ഇവിടെയാണ് അനു സ്പെൻഡ് ചെയ്യുന്നത്, ഈ വീട്ടിൽ. പിന്നെ പുടുമോളാണെങ്കിൽ ഇവിടെ, പക്ഷേ എപ്പോഴും അച്ഛനെയും അമ്മയും കാണാൻ പോവുകയൊക്കെ ചെയ്യുമല്ലോ. അവർക്ക് അതാണ് കുറച്ച് കംഫർട്ടബിളാണ്. ഞങ്ങൾ അടുത്തടുത്ത വീടുകൾ, ഒരു ഹാർഡ്ലി 10 മിനിറ്റ് ട്രാവൽ ചെയ്ത് അനുവിൻ്റെ വീട്ടിലും പോകാം. അപ്പോൾ ആരെയും മിസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെയും പോകാം ഇവിടെയും പോകാം. ഷീ ഈസ് വെരി കംഫർട്ടബിൾ ഹിയർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ട്, അപ്പോൾ നമ്മൾ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്രേ ഉള്ളൂ. ആവശ്യമില്ലാത്ത ഇൻ്റർഫിയറൻസ് ഒന്നും പോകാൻ പാടില്ല. അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ നമ്മൾ തലയിടാതിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അവർ നമ്മളെ എന്തെങ്കിലും കാര്യത്തിന് സഹായിക്കാൻ വില്ലിങ് ആണെങ്കിൽ അവർക്ക് ആ സഹായങ്ങൾ നമുക്ക് ചെയ്തു തരാൻ പറ്റുമല്ലോ. നമ്മൾ അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതനുസരിച്ചിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് കുട്ടികൾ പെരുമാറുന്നത്. ഒരു വേറെ ആയിട്ട് കാണാതിരിക്കുക. നമ്മുടെ പാർട്ട് ഓഫ് അവർ ഫാമിലി. നമ്മൾ ഒരു കാര്യത്തിനും തലയിടാൻ പോകാതെയും ആവശ്യമില്ലാത്ത ഉപദേശങ്ങളും മറ്റ് കലാപരിപാടികളും ഒന്നും ഇപ്പോഴത്തെ കാലത്തെ മക്കളോട് പോലും ഉപദേശങ്ങൾ പറയുന്നത് ശരിയല്ല. അപ്പോൾ പിന്നെ നമ്മൾ വേറൊരു വീട്ടിൽ നിന്ന് വരുന്നൊരു കുട്ടിയോട് നമ്മൾ എന്ത് ഉപദേശിക്കണം? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവർക്കറിയാമല്ലോ അവരുടെ കാര്യം. അപ്പോൾ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എടുക്കേണ്ട തീരുമാനങ്ങൾ അവരെടുക്കും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരു കോർഡിയലായിട്ട് പോകാനായിട്ട് ഉള്ള ടിപ്സാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ, ഞങ്ങൾ വളരെ ടച്ച് വുഡ് നമ്മൾ പറയില്ലേ, നമ്മൾ വളരെ കോർഡിയൽ. ഞങ്ങളുടെ ട്രാവലിംഗ് ആണെങ്കിലും ഷോപ്പിംഗ് ആണെങ്കിലും ഞങ്ങൾ ഒരു വൈബൊക്കെ സെയിം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലറാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ പോകാൻ പറ്റുന്നതിൽ. അപ്പം എല്ലാം ദൈവാനുഗ്രഹം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എല്ലാത്തിലും മുകളിലിരിക്കുന്ന ഒരാളല്ലേ തീരുമാനിക്കുന്നത്. ഗോഡ് ഈസ് ഗ്രേറ്റ്, അത്രേ പറയുള്ളൂ. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ചില കുറവ്. ഇപ്പം എൻ്റെ മകൾ എൻ്റെ കൂടെ ഇല്ല, അടുത്തല്ല, എപ്പോഴും പോയി കാണാൻ പറ്റുന്ന ദൂരത്തല്ല. അപ്പോൾ ദൈവം എനിക്ക് അതുപോലെ അടുത്ത് ഒരു മോളെ തരുന്നു എന്ന് വിചാരിക്കുന്നു. നോസ് പിയേഴ്സിങ് എക്സ്പീരിയൻസ് ആഫ്റ്റർ കെയർ ഒക്കെ ഷെയർ ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ലോറയാണ് ചോദിക്കുന്നത്. ഓക്കെ, താങ്ക് യു. പിന്നെ എൻ്റെ പോലെ മൂക്ക് കുത്താൻ പേടിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. നോസ് പിയേഴ്സിങ് എനിക്കും വലിയ പേടിയുള്ള കാര്യമായിരുന്നു. പക്ഷേ ആ ഒരു സെക്കൻഡ്സേ ഉള്ളൂ, ഒരു 5-10 സെക്കൻഡ് ആ വേദന ഉണ്ടാവും. എന്തായാലും ഒരു ഫ്ലഷ് കുത്തുമ്പോൾ ഒരു വേദന ഉണ്ടാവും, അത്രേ ഉള്ളൂ. പിന്നെ ആഫ്റ്റർ കെയർ എന്ന് വെച്ചാൽ ഉപ്പുവെള്ളം തൊട്ട് വെച്ചാൽ മതി. അധികം അത് തൊടാതെയും പിടിക്കാതെയൊക്കെ ഇരിക്കുക. ഉടൽ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ, സൂക്ഷിച്ചാൽ ഒരാഴ്ച വേദന അപ്പോഴേ പോകും. ഒരു ചെറിയൊരു മരവിപ്പ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ആ വേദനയൊക്കെ പോകും. പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ ഒരു വേദന ഉണ്ടാവില്ല. പിന്നെ അത് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. അത് തട്ടും മുട്ടും ഒന്നും ചെയ്ത് സോൾട്ട് വാട്ടർ വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ശരിയായി വരും. അത് കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ ഒരു മാസം, ഇപ്പോൾ 2 മാസം ആയിരുന്നുകൊണ്ട് ഇന്ന് ഞാനിതുവരെ ഇത് മാറ്റുന്നില്ല കേട്ടോ. ഇതൊന്നുകൂടി ഒന്ന് ഉണങ്ങി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എന്നാലും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാനൊരു റിങ് ഷേപ്പ് വാങ്ങണമെന്ന് പ്ലാനുണ്ട്. റിങ് കുറച്ചുകൂടെ ചെറിയ നോസ് സ്റ്റഡൊക്കെ അങ്ങനെ പ്ലാനിങ്ങിലാണ്. നോക്കാം നമുക്ക് അല്ലേ. ഓക്കെ, അത് പേടിക്കേണ്ട. ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയി ചെയ്യണം. പക്ഷേ ആഫ്റ്റർ കെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് തട്ടും മുട്ടും ഒന്നും ചെയ്യാതെ നോക്കണം. ഇവിടെ അനുകുട്ടിക്ക് പറ്റിയെന്ന് വെച്ചാൽ മോള് കൈകൊണ്ട് തട്ടുമൊക്കെ ചെയ്തുകൊണ്ടാണ് അങ്ങനെ പഴുക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ഓരോരുത്തരുടെ സ്കിന്ന് ഡിഫറൻ്റ് ആണ്. കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും ചിലരുടെ സ്കിന്ന്, കുറച്ചവർക്ക് പെട്ടെന്ന് ഉണങ്ങുന്ന സ്കിന്നുള്ളവരുണ്ട്. അങ്ങനെ നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ രജിത ഉണ്ണി. ഓക്കെ, ഹൗ വിൽ യു ഹാൻഡിൽ ബാക്ക് സ്റ്റാബേഴ്സ് മാം? വിച്ച് ഈസ് ദ മോസ്റ്റ് ഇംപ്രസീവ് ഇന്ത്യൻ സ്റ്റേറ്റ് ഇൻ ടേംസ് ഓഫ് കൾച്ചർ ആൻഡ് ഫുഡ് അക്കോർഡിംഗ് ടു യു അതർ ദാൻ കേരള? 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ബാക്ക് സ്റ്റാബ് ചെയ്യുന്നത്, പുറകിൽ നിന്നും കുത്തുന്നവരെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ബാക്ക് സ്റ്റാബേഴ്സിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നമുക്ക് പുറകിൽ നിന്നുള്ള കുത്ത് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമുക്ക് പണി കിട്ടിയെന്നുള്ളത്. പക്ഷേ അത് നമ്മളൊന്നും ചെയ്യാനില്ല. എങ്കിലും നമ്മൾ വിചാരിക്കും, ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് അബദ്ധം പറ്റാൻ പാടില്ല, ബാക്ക് സ്റ്റാബ് ചെയ്യുന്നവരുമായിട്ട് അധികം കൂട്ടുവേണ്ട എന്നൊക്കെ തോന്നും. പക്ഷേ നമുക്കറിയാൻ പറ്റില്ല. നമുക്ക് ആൾക്കാരെ ജഡ്ജ് ചെയ്യാനൊന്നും അത്ര എക്സ്പേർട്സൊന്നും അല്ലല്ലോ നമ്മൾ ആരും തന്നെ. എക്സ്പീരിയൻസ് കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുമായിരിക്കാം. പക്ഷേ കുറച്ച് ആൾക്കാരെ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് തോന്നും. ചിലപ്പോൾ ഏറ്റവും വിശ്വസിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കും ബാക്ക് സ്റ്റാബ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് എനിക്കത് പറയാൻ പറ്റില്ല. എങ്കിലും ബാക്ക് സ്റ്റാബ് ചെയ്യുന്നവരെ, മറ്റുള്ളവരെ ചതിക്കുന്നവർക്കൊക്കെ ദൈവമാണ് പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടത്, നമ്മളല്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഹാൻഡിൽ ചെയ്യാനും പറ്റില്ല. നമ്മൾ ആ ഒരു സീൻ വിട്ടു പോവുക, അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാം. ആ ആൾക്കാരുമായിട്ട് പിന്നെ ബന്ധം വയ്ക്കാതിരിക്കുക. ദാറ്റ്സ് വൺ എക്സ്പീരിയൻസ് ഇസ് മോർ ദാൻ ഇനഫ്. പിന്നെ ആ ആൾക്കാർ നമ്മളൊരു കൈ കൊടുക്കാനായിട്ട് വന്നാലും കൈ കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് കൊടുക്കുക. കാര്യം ഇനിയും അതുപോലെ ബാക്ക് സ്റ്റാബ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ വിട്ടു നിൽക്കുക. രണ്ടാമത് അവർക്കുള്ള പണി ദൈവം കൊടുത്തോളും എന്ന് വിശ്വസിക്കുക. അതപ്പോഴും അങ്ങനെയാണല്ലോ. ഒരാൾക്ക് മറ്റുള്ളവരെ ചതിക്കുന്നവർക്ക് ഫൈനലി എവിടെയെങ്കിലും അവർ ആൻസർ ചെയ്യണമല്ലോ. അതിന് കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറയില്ലേ. യെസ്, സോ ദാറ്റ് ക്യാൻ ഹാപ്പൻ ടു എനിബഡി ഹൂ ഈസ് ബാക്ക് സ്റ്റാബിങ്.
അങ്ങനെ വിശ്വസിച്ച് ആശ്വസിക്കുക. എന്നിട്ട് അത്തരം ആൾക്കാരിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഏറ്റവും നല്ല സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത് കൾച്ചറിൻ്റെ കാര്യത്തിലും അങ്ങനെ ഏറ്റവും നല്ല സ്റ്റേറ്റ് എന്നൊന്നും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഗോവയിൽ പോയാൽ ഗോവൻ ഫുഡ്, ഗോവൻ കൾച്ചർ, എവറിത്തിങ് ഈസ്, ഓരോ സ്റ്റേറ്റും യുണീക്കാണ്. അവരുടെ ഫുഡ്, അവരുടെ കൾച്ചർ, അങ്ങനെ ഒരാളെയും നമ്മൾ പൊക്കി പറയാനോ ഒരാളെയും താഴ്ത്തി പറയാനോ പറ്റില്ല. ഈച്ച് സ്റ്റേറ്റ് അവരുടേതായ യുണീക്ക് ഫീച്ചേഴ്സാണ്. ഇപ്പോൾ കർണാടകയിൽ ചെന്നാൽ അവർക്ക് അവരുടേതായ കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് ഫുഡ് സ്പെഷ്യൽ. അത് തമിഴ്നാടാണെങ്കിൽ അങ്ങനെ, പഞ്ചാബിൽ ചെന്നാൽ അങ്ങനെ, മഹാരാഷ്ട്രയിലാണെങ്കിൽ അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. ഈവൻ ബംഗാളി, അവർക്ക് അവരുടെ അപ്പോൾ ഓരോ സ്റ്റേറ്റുകാരും അവരവരുടെ കൾച്ചറിനെ കുറിച്ച് ഓർമ്മിച്ച് അവരവരുടെ ഫുഡിനെ കുറിച്ച് ഓർമ്മിച്ച് അവർ അഭിമാനം കൊള്ളുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അങ്ങനെ എനിക്ക് സെലക്റ്റീവ് ആകാൻ ഇഷ്ടമല്ല. എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്, അതാണ് സത്യം. ഐ ലൈക്ക് ഓൾ സ്റ്റേറ്റ്സ്. ഇന്ത്യയുടെ എല്ലാ നൂക്ക് ആൻഡ് കോർണറും ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ സ്നേഹിക്കുന്നു. ഞാനൊരു ഇന്ത്യയിൽ ജനിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു ആസ് എൻ ഇന്ത്യൻ. പിന്നെ കേരളത്തിൽ ജനിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. ഈ പോസിറ്റീവായിരിക്കുന്ന കാര്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. കുറേ പേര് ചോദിച്ചു. ഗായത്രി ചെമ്പോട്ടി ചോദിക്കുന്നത്, എൻ്റെ ഒരു ചോദ്യം എപ്പോഴും പോസിറ്റീവായിരിക്കാൻ എന്താ ചെയ്യുക? ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും കാണുക. നമ്മൾ നമ്മുടെ കാര്യം ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിനെക്കുറിച്ച് ബോധർ ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ. നമ്മൾ ഗോസിപ്പ് ചെയ്യാൻ പോകണ്ട. നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. വേറെ ആൾക്കാരെക്കുറിച്ച്, നമ്മുടെ റിലേറ്റീവ്സിനെ കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ജോലി, നമ്മുടെ കാര്യങ്ങൾ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് കെയർ, നമ്മുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് സെൽഫിഷ് ആവണം എന്നല്ല പറയുന്നത്. ആരെങ്കിലും സഹായം ചോദിച്ചാൽ സഹായിക്കാം, നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ, പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ഫോക്കസ് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ കുടുംബമൊക്കെ ആണെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. അതിൽ ഒരു നെഗറ്റിവിറ്റി വരാണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരുന്നാൽ മതി. എന്തെങ്കിലും തിരിച്ചടികൾ വരുമ്പോഴും നിരാശ വേണ്ട. ട്രൈ സം അതർ അവന്യൂ. ഇപ്പോൾ ഒരു കാര്യം നഷ്ടപ്പെട്ടാൽ വേറൊരു സ്ഥലത്തേക്ക് ചിന്തിക്കുക. നമ്മുടെ ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തുറക്കും എന്നല്ലേ പറയുന്നത്. എല്ലാത്തിനും ദൈവത്തിനൊരു പ്ലാനുണ്ടല്ലോ, അതനുസരിച്ച് മുന്നോട്ട് പോകും. അങ്ങനെ വിചാരിക്കുക. ഇതെല്ലാം നമുക്ക് വരാനുള്ളതാണെങ്കിൽ നമുക്ക് വരും, നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ നമ്മൾക്ക് കിട്ടും. നമുക്ക് കിട്ടേണ്ട നെഗറ്റീവ്സ് വരികയാണെങ്കിൽ, നമുക്ക് തിരിച്ചടികൾ വരികയാണെങ്കിൽ അതും നമുക്ക് വരാനുള്ളതാണ് എന്ന് വിചാരിച്ച് സമാധാനിക്കുക. എന്നിട്ട് നമുക്ക് നല്ല കാര്യങ്ങൾ ഇനിയും സംഭവിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ എവറിത്തിങ് യു ക്യാൻ സീ ഇറ്റ് ആസ് എ പോസിറ്റീവ് തിങ്. അല്ല നിരാശ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, അങ്ങനെ വിചാരിച്ചാൽ മതി, പോസിറ്റീവായിട്ടിരിക്കും. മിക്കീസ് വീഡിയോസ് ഒരു ലോങ് ക്വസ്റ്റ്യൻ ആയിട്ട് അതിൽ ഈ പോസിറ്റിവിറ്റിയുടെ കാര്യവും പറയുന്നുണ്ട്. ഹായ് ഡിയർ ലക്ഷ്മി മാം, എങ്ങനെയാണ് എത്രയും റെസിപ്പീസൊക്കെ വയ്ക്കാൻ സാധിക്കുന്നത്? കാരണം മാം ആയിരക്കണക്കിന് റെസിപ്പീസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓർത്ത് വയ്ക്കാൻ പറ്റുമോ? അതോ മാം എന്ത് വീണ്ടും ചെയ്യുമ്പോൾ മാമിൻ്റെ തന്നെ റെസിപ്പീസ് നോക്കിയാണോ പാചകം ചെയ്യുന്നത്? ആക്ച്വലി പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞത് ശരിയാണ്, ആയിരക്കണക്കിന് റെസിപ്പീസ് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം ഒന്നും എനിക്ക് ഓർമ്മയുണ്ടാവില്ല. ചിലതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ വർഷം മുന്നേ ചെയ്തൊക്കെ ഞാൻ അറിയാതെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഐഡിയാസ് വീണ്ടും ഞാനിങ്ങനെ ആലോചിക്കും. ഞാൻ തന്നെ ചില ഐഡിയാസ് ക്രിയേറ്റ് ചെയ്ത് അത് വെച്ച് ഇങ്ങനെ ചെയ്തല്ലേ, ചിലപ്പോൾ ചെയ്തു വരുമ്പോൾ ഞാൻ ഇത് പണ്ട് ചെയ്ത റെസിപ്പി അല്ലേ ഇത് ഞാൻ തന്നെ വണ്ടർ ചെയ്യും. ചിലപ്പോൾ ഞാൻ മറന്നു പോയിട്ട് ഞാൻ വീണ്ടും അതേ സാധനം റീക്രിയേറ്റ്. എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഞാൻ മാജിക് അവനിൽ തന്നെ 2 പ്രാവശ്യം അമ്പൂർ ബിരിയാണി ചെയ്തിട്ടുണ്ട്. അമ്പൂർ ബിരിയാണി ഞാൻ ഒരിക്കൽ ചെയ്തു, ഞാൻ കുറേ വർഷം മുന്നേ ചെയ്തു, ഞാൻ പിന്നെ മറന്നുപോയി. പിന്നെ വീണ്ടും ഞാൻ വെച്ചു ഒരു ബിരിയാണി ചെയ്യണമല്ലോ, ഓക്കെ നമുക്ക് അമ്പൂർ ബിരിയാണി ചെയ്യാമെന്ന് പറഞ്ഞാൽ വീണ്ടും അമ്പൂർ ബിരിയാണി ചെയ്തു. പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പഴയ ബുക്കെല്ലാം എടുത്ത് നോക്കിയപ്പോൾ അമ്പൂർ ബിരിയാണി ഞാൻ ഒരിക്കൽ ചെയ്തല്ലോ. പിന്നെ ഞാൻ വീഡിയോസ് പഴയത് യൂട്യൂബിൽ കയറി നോക്കി, മാജിക് ഓണിൽ അമ്പൂർ ബിരിയാണി, ഐ ഹാവ് ഡൺ ഇറ്റ് വൺസ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ 1-2 പ്രാവശ്യം മണ്ടത്തരം പറ്റിയിട്ടുണ്ട്, ഓർമ്മിച്ചിരിക്കില്ല. പിന്നെ എൻ്റെ ബുക്ക് തന്നെ ഞാൻ റെഫർ ചെയ്യാറുണ്ട്, എനിക്ക് വീണ്ടും കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അടുത്ത കാലത്തൊക്കെ ചെയ്തൊക്കെ ആണെങ്കിൽ എനിക്കങ്ങനെ നോക്കേണ്ട ആവശ്യം വരാറില്ല. ഓക്കെ, പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ, നമ്മൾ ആ ചെയ്യുമ്പോൾ ഒരു കൈക്കണക്ക്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്പൂൺ കണക്കൊക്കെ വെച്ചിരിക്കുന്നത്. എങ്കിലും നമുക്കൊരു സ്പൂൺ കണക്കൊക്കെ ആകുമ്പോൾ എനിക്കറിയാം ഏകദേശമൊക്കെ നമ്മുടെ എരിവ്, നമ്മുടെ ഒരു രീതി, എല്ലാ കാര്യങ്ങളും എന്തൊക്കെ ചേർത്താൽ എങ്ങനെയൊക്കെ വരിക. ഒരു എന്താ പറയുക, നമ്മുടെ കൈത്തഴക്കം വന്ന് നമ്മളിങ്ങനെ ചെയ്ത എക്സ്പീരിയൻസാണ് അത് നമ്മളെ അങ്ങനെ ആക്കിയെടുക്കുന്നത്. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, ചെയ്താൽ തന്നെ വീണ്ടും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊരു കാര്യം ചോദിച്ചു. പിന്നെ രണ്ടാമത്തെ ഒരു സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ഈസ്, പിന്നെ എങ്ങനെയാണ് ഇത്രയും പോസിറ്റീവായിരിക്കാൻ സാധിക്കുന്നത്? കാരണം മാം ഇപ്പം പുറത്ത് പോകുമ്പോഴും ഒരുപാട് ആളുകൾ വന്ന് ഫോട്ടോസ് എടുക്കുന്നതും മിണ്ടാനും സംസാരിക്കാനും, പക്ഷേ മാം എല്ലാവരോടും ഒരുപോലെയുള്ള ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്നത്, ആരോടും അങ്ങനെ മോശമായി ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. എങ്ങനെ പെരുമാറാൻ സാധിക്കുന്നു? കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മടുത്തു പോകില്ലേ? എനിക്കങ്ങനെ ഒരു മടുപ്പില്ല കേട്ടോ, അത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. എന്നോട് ആര് വന്ന് സംസാരിച്ചാലും, ആര് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് നമ്മളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ വരുന്നത്, അല്ലാതെ അവർക്കിപ്പോൾ എന്താ നമ്മളെ മൈൻഡ് ചെയ്യേണ്ട
സംസാരിക്കേണ്ട കാര്യം പോലും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു സ്നേഹമാണ് വന്ന് സംസാരിക്കുമ്പോഴും ഫോട്ടോ എടുക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോഴും അതവരുടെ എക്സ്പ്രഷൻ ഓഫ് ലവ് ആണ്. അതെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം, ഇനി എന്ത് തിരക്കാണെങ്കിലും അതിനിടയിൽ ഞാൻ ഫോട്ടോസ് എടുക്കാനും എല്ലാം ഐ എം ഓക്കെ വിത്ത് എവറിത്തിങ്, സംസാരിക്കാനും. പിന്നെ ഞാനും ഒരു സാധാരണക്കാരിയാണ്. നിങ്ങൾക്ക് തോന്നും ഞാൻ ഭയങ്കര സെലിബ്രിറ്റി അപ്പടി ഇപ്പടി, പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ ഒരിക്കലും ഒരു സെലിബ്രിറ്റിയാണെന്ന് ഞാൻ ആലോചിക്കാറേ ഇല്ല, ഞാൻ ചിന്തിക്കാറുമില്ല. അങ്ങനെ ഇല്ല, എനിക്ക് ആ തോട്ടില്ല. പിന്നെ അതൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടിയൊരു ക്വാളിറ്റി ആയിരിക്കാം. സാധാരണക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ എനിക്ക് ഒരു മടിയുമില്ല, എനിക്ക് എളുപ്പമാണ്. എൻ്റെ അച്ഛനും അങ്ങനെയായിരുന്നു, എൻ്റെ അമ്മയും അങ്ങനെയാണ്. എല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവിടെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല ഞങ്ങൾക്കങ്ങനെ. ഇപ്പം എനിക്കെതിരായിട്ട് ജാതി അധിക്ഷേപങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഭയങ്കര ജാതി കോമരമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ജാതി നോക്കുന്ന ആളാണെന്ന് പറഞ്ഞ് വളരെ ഫാൾസായിട്ടുള്ള അലിഗേഷൻസൊക്കെ വന്നിട്ടുണ്ട്. ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു. പക്ഷെ അങ്ങനെയേ അല്ല, ദാറ്റ്സ് നോട്ട് ദ റിയൽ ഫാക്റ്റ്. ഞാനെന്നുള്ളൊരു വ്യക്തിക്ക് എനിക്ക് ജാതി മത ഭേദമന്യേ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആളാണ്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. എനിക്ക് എല്ലാ ജാതിക്കാരും എനിക്കൊരുപോലെയാണ്, എനിക്കതില്ല. അത് എന്നെ അടുത്തറിയുന്നവർക്കറിയാം, എനിക്കങ്ങനെ ഒരു സംഭവമില്ല. രണ്ടാമത്തെ കാര്യം സാമ്പത്തികം. അതാണല്ലോ ആൾക്കാർ വേർതിരിക്കുന്നത്. ഒന്ന് ജാതി, ഒന്ന് സാമ്പത്തികമായ ഇക്കണോമിക് ഒരു വലിപ്പച്ചെറുപ്പം, പണക്കാർ പാവങ്ങൾ അങ്ങനെയുള്ള ആ ഒരു സംഭവവും എനിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛനില്ലായിരുന്നു, എൻ്റെ അമ്മയ്ക്കില്ലായിരുന്നു, ഞങ്ങൾക്ക് ആർക്കുമില്ല. ഞങ്ങളൊരു ഇപ്പോൾ എന്താ പറയുക, നമ്മളൊരു സാധാരണ വളരെ ജനകീയമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ വളർന്നത്. അതിൻ്റേതായിരിക്കാം ഞങ്ങൾക്ക് എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യവും. അങ്ങനെ നമ്മുടെ വീട്ടിൽ ആര് വന്നാലും എല്ലാവരും നമുക്ക് അതിഥികളാണ്. നമ്മളോടൊപ്പം ഇരുത്തിയാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതും സംസാരിക്കുന്നതും. ഒരു വലിപ്പച്ചെറുപ്പമോ അങ്ങനെ ഒന്നും ഞാൻ കണ്ടു വളർന്നിട്ടില്ല. കണ്ടു വളരാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു ക്വാളിറ്റി ദൈവം ശീലമാണ്, അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് അച്ഛനമ്മമാർ പകർന്നു തന്ന നല്ല കാര്യങ്ങളിൽ ചിലതാണത്. എനിക്ക് ആ ഒരു വ്യത്യാസമില്ല. അതുകൊണ്ടാണ് എനിക്ക് എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ പറ്റുന്നത്. എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസം. ഇപ്പം അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു മാർക്കറ്റിൽ ചെന്നാലും ഞാൻ എങ്ങനെ കാഷ്വലായിട്ട്, ഞാൻ പണ്ടും മാർക്കറ്റ്സ് പോകുന്ന ആളാണ്. എൻ്റെ വീട്ടിലും പച്ചക്കറി വയ്ക്കാനും മീൻ കൊണ്ടുവരുന്ന ആൾക്കാരും പലതരം വെൻറ്റേഴ്സ്. പിന്നെ പണ്ട് തൊട്ടേ നമ്മുടെ വീട്ടിൽ അടുക്കള ജോലിക്കാണെങ്കിലും മുറ്റമടിക്കാനാണെങ്കിലും പുറം ജോലിക്കുമൊക്കെ എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലും അമ്മയുടെ എല്ലായിടത്തും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന, അങ്ങനെ എല്ലാ വർക്കിംഗ് ക്ലാസ്സിൻ്റെ കൂടെയും നമ്മൾ മിങ്കിൾ ചെയ്ത് ജീവിച്ച ആൾക്കാർ തന്നെ. എനിക്ക് ഒരു വ്യത്യാസവും എനിക്ക് തോന്നാറില്ല അതിൽ. നമ്മളെല്ലാവരും ഒരുപോലെ, ഞാൻ എല്ലാവരും ഒരുപോലെ തന്നെ കാണുന്നത്. ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത ആയിരിക്കാം, ഞങ്ങളുടെ അപ്ബ്രിങ്ങിങ്ങിൽ അതുണ്ട്. ഒരു വലിപ്പച്ചെറുപ്പമില്ലാത്ത ജീവിതമാണ് ഞാൻ കണ്ടു വളർന്നത്, അതായിരിക്കാം. മാമിനെ, അതാണ് മറിയ സൈൽ ചോദിച്ചൊരു ചോദ്യമാണ്. മാമിനെ ഇൻഫ്ലുവൻസ് ചെയ്ത പേഴ്സൺ ആരാണ് അതർ ദാൻ ഫാമിലി ആൻഡ് റിലേറ്റീവ്സ്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അങ്ങനെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഫാമിലി ആൻഡ് റിലേറ്റീവ്സിന് അപ്പുറത്തേക്കൊരു പേഴ്സൺ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് പുറത്തുനിന്ന് വന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ തോന്നാറില്ല. ഞാൻ ഒരുപാട് പേരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. പുറമേ കാണുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. കൊള്ളാം, മിടുക്കരെന്ന് വിചാരിക്കും. മനസ്സുകൊണ്ട് ഞാൻ അവരെ ഭയങ്കരമായിട്ട് അംഗീകരിക്കുന്ന ഒരാളാണ്. എനിക്ക് സക്സസ് എന്ന് പറയുന്നത്, ഞാനൊരാളെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആളൊരു സക്സസ്ഫുൾ ആളാണെങ്കിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഓട്ടോമാറ്റിക്കലി വരും. മിടുക്കനാണല്ലേ, മിടുക്കിയാണ്, അതൊരു ഓട്ടോമാറ്റിക് ഫീലിംഗ് ആണ്. പക്ഷേ അല്ലാണ്ട് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് എൻ്റെ ഒരു വലിയ ഇൻസ്പിറേഷനാണ്. അച്ഛനൊരു വലിയ സക്സസ്ഫുൾ പേഴ്സണായിരുന്നു. പോത്തങ്കോട് കോലിയക്കോട് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ നിന്നും സിറ്റിയിൽ വന്നിട്ട് PhD എടുത്ത്, ലോയിൽ PhD എടുത്തു. പിന്നെന്താ പറയുക, ഒരു കോളേജ് സ്വന്തമായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു ഇൻസ്പിറേഷണൽ പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വക്കീലന്മാരെ പ്രൊഡ്യൂസ് ചെയ്തൊരു സ്ഥാപനം ഉണ്ടാക്കിയ ആളാണ്. അദ്ദേഹത്തിന് ലോകമെമ്പാടും ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളും അദ്ദേഹത്തിനെ ദൈവത്തെ പോലെ കാണുന്നവരുമുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഒരു അച്ഛനെന്നുള്ളതിനപ്പുറത്തേക്ക് ഞാനൊരു എന്താ പറയുക, നമ്മൾ ദൈവത്തിനൊപ്പം നിർത്തുക എന്നൊക്കെ പറയില്ല, അച്ഛൻ, ആ ഒരു ഇമേജാണ് എനിക്ക് എൻ്റെ അച്ഛനെ കുറിച്ചുള്ള. അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അച്ഛനാണ് എൻ്റെ ഒരു മാതൃക എന്ന് പറയാം. അതുപോലെ അമ്മയും ഒട്ടും മോശമല്ല. മയേൻ്റെസൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. മാവേലിക്കരയിൽ നിന്ന് വന്ന് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ ഡബിൾ പ്രൊമോഷനൊക്കെ കിട്ടിയാണ് സ്കൂളിൽ പഠിച്ചതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു 21 വയസ്സായപ്പോൾ തന്നെ AG's ഓഫീസിൽ ജോലിയിൽ പ്രവേശിച്ച് പിന്നീട് അങ്ങോട്ട് പ്രൊമോഷൻസും, വളരെ മിടുക്കിയായിട്ട് പഠിക്കുന്ന ഒരു സ്മാർട്ട് ബ്യൂട്ടിഫുൾ ലേഡി ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കാണുമ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞല്ലോ, എന്നാലും ഭയങ്കര സുന്ദരിയായിരുന്നു എൻ്റെ അമ്മ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ടിട്ട് അമ്മയുടെ പഴയ ഫോട്ടോസൊക്കെ കാണുന്നുണ്ട്. പാവമായിരുന്നു, വളരെ നല്ല ഓർമ്മകളാണ് എനിക്ക്. അമ്മ വളരെ പാവമായൊരു, എന്നെപ്പോലെ ഒന്നുമല്ല പാവം എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഒരു പാവമൊന്നുമല്ല. ഞാൻ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ആളാണെന്ന് അറിയാമല്ലോ, സംസാരിക്കും. കുറച്ചുകൂടെ സ്ട്രീറ്റ് സ്മാർട്ടാണ് ഞാൻ. പക്ഷെ അമ്മ അത്രയല്ല, അമ്മ വളരെ പാവമായിരുന്നു.
ആൻഡ് IAS ഒക്കെ കിട്ടിയ ഒരു ഡെപ്യൂട്ടി അക്കൗണ്ടൻറ്റ് ജനറലായിട്ടാണ് അമ്മ റിട്ടയർ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു വലിയ പോസ്റ്റിലൊക്കെ ഇരുന്ന ഒരാളാണെങ്കിലും KSRTCയിൽ ഡെപ്യൂട്ടേഷനിലുണ്ടായിരുന്നു, FANCO ആയിട്ട്. പിന്നെ അതുപോലെ കസ്റ്റംസ് ആൻഡ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോർട്ട് ട്രസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. IAS ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു പോസ്റ്റിലൊക്കെ ഇരുന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം. പൊന്നമ്മ സാറെന്ന് പറഞ്ഞാൽ അമ്മയുടെ കൊളീഗ്സായിട്ടും അമ്മയുടെ ജൂനിയേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്തവർക്കെല്ലാം അമ്മയെക്കുറിച്ച് നല്ല നല്ല ഓർമ്മകൾ, നല്ലത് മാത്രമേ പറയാനുള്ളൂ. പൊന്നമ്മ സാറിൻ്റെ മോളെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സ്നേഹവും അമ്മയോടുള്ള റെസ്പെക്റ്റ് എന്നിലേക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, അമ്മയെ ഒരു ഇൻസ്പിറേഷണൽ പേഴ്സൺ തന്നെയാണ്. അമ്മയെ കണ്ടും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നല്ലൊരു ഭക്തയാണ്. എൻ്റെ അച്ഛനും അമ്മയും നല്ല കോൺട്രാസ്റ്റ് ആയിരുന്നു. അച്ഛൻ നിരീശ്വരവാദിയും അമ്മ അത്തിസ്റ്റായിരുന്നു. അമ്മ നേരെ തിരിച്ചായിരുന്നു, നല്ലൊരു ഭക്തയായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലും അതുപോലെയാണ്. ബോയിച്ചേട്ടൊരു എത്തിസ്റ്റ്, ഞാൻ അത്യാവശ്യം ഒരു ഈശ്വര വിശ്വാസിയാണ്. അമ്മയുടെ അത്ര ഇല്ലെങ്കിൽ പോലും ഞാൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന ആളല്ല. പക്ഷെ അമ്മ ഇങ്ങനെ വ്രതവും ഒക്കെ നോക്കും. അമ്പലത്തിൽ എല്ലാ ദിവസവും പോവും. രാവിലെ സൂര്യനെ പോയി കണ്ട് പ്രാർത്ഥിക്കും. സൂര്യഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ദിവസം തുടങ്ങുന്നത്. അങ്ങനെയൊക്കെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അച്ഛനമ്മമാരെക്കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകളും കാര്യങ്ങളും. അപ്പോൾ അവർ തന്നെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ, അല്ലാതെ പുറത്തുനിന്ന് ഒരാളാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇത് ഓൾമോസ്റ്റ് സിമിലർ ഒരു ക്വസ്റ്റ്യനാണ്. അതായത് വൈഷ്ണവി രാജേഷ്, ലൈഫിൽ എപ്പോഴെങ്കിലും ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ റിക്കവറായി? എനിക്ക് ഡിപ്രഷനിലേക്ക് പോകാനുള്ള അവസരങ്ങളൊക്കെ ആ സമയത്തൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കാര്യത്തിൽ ഇനി ഇറ്റ്സ് എൻ ഓപ്പൺ ബുക്ക്. എല്ലാവർക്കും അറിയാം ഒരു ഞാൻ കടന്നുപോയ ആ ഒരു പീരീഡൊക്കെ. പക്ഷേ അതൊരു ഡിപ്രഷൻ്റെ അങ്ങേ അറ്റം പോകാൻ പറ്റുന്ന ഒരു സമയം തന്നെയായിരുന്നു. പക്ഷേ ഞാൻ ഡിപ്രഷനിലേക്ക് പോയിട്ടില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് തോന്നുന്നു അച്ഛൻ്റെയൊക്കെ ഒരു മനോബലവും ജീനൊക്കെ ആയിരിക്കാം എനിക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ചുകൂടെ സ്ട്രോങ്ങറാണ് ഞാനെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസങ്ങളാണ്. ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. എൻ്റെ മനസ്സിന് നല്ല കട്ടിയും ധൈര്യവും ഒക്കെ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഡിപ്രഷനിലേക്ക് ഞാൻ പോയില്ല. എനിക്കതുകൊണ്ട് അതിനുവേണ്ടി ടാബ്ലറ്റ്സ് കഴിക്കാനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടി ഒന്നും വന്നില്ല. പക്ഷേ അതുകൊണ്ട് കുഴപ്പമില്ല. ഡിപ്രഷൻ എന്ന് പറയുന്നത് പലർക്കും ഉണ്ടാകുന്ന ഒരു ജീവിത എന്താ പറയുക അനുഭവമാണ്. അതായത് ചില പീരീഡ് ഓഫ് ടൈമിൽ ചിലർക്ക് പലരും പല രീതിയാണല്ലോ. ചിലർക്ക് താങ്ങാൻ പറ്റില്ല, ചില കാര്യങ്ങളൊന്നും താങ്ങാൻ പറ്റാതെ വരുമ്പോൾ മനസ്സ് തളർന്നു പോയി ഡിപ്രഷനിലേക്ക് പോയാലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നും ഒരു കുറവൊന്നുമല്ല. ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അതിന് കൺസൾട്ട് ചെയ്യേണ്ട ഡോക്ടേഴ്സുണ്ട്. ഡിപ്രഷൻ ആൻറ്റി ഡിപ്രസൻറ്റ് മെഡിസിൻസ് ഉണ്ട്. ഒരു പീരീഡ് ഓഫ് ടൈമിൽ അത് കഴിക്കേണ്ടി വരുമായിരിക്കും. അവർ പറയുന്ന പോലെ കേൾക്കേണ്ടി വരും. അതിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ പറ്റും, ഗെറ്റ് ഓവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതൊരു അവസാന വാക്കല്ല. ഡിപ്രഷൻ എന്ന് പറയുന്നത് ആർക്കും ഒരിക്കൽ വന്നാൽ ജീവിതാവസാനം വരെ ഡിപ്രസ്ഡായിട്ട് ജീവിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഡിപ്രഷൻ വരാം, പോകാം, പക്ഷേ അതിനൊക്കെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിന് പോകണം, അത്രേ ഉള്ളൂ. അത് വളരെ സ്ട്രിക്റ്റായിട്ട് പോവുകയും അത് പാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ആദുശ്രീ ചോദിച്ചിരിക്കുന്ന ആദുശ്രീ പറയുന്നത്, താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ കേട്ടോ. ചേച്ചിയുടെ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഹോംവർക്കാണ് ചെയ്യാറുള്ളത്? പോകുന്ന പ്ലേസ്, താമസം, അങ്ങനെ അതെല്ലാം എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക എന്ന് പറയാമോ? ഞാൻ ശുഭ പാലക്കാടാണ് ആദുശ്രീ എന്ന് പറയുന്നുള്ള പ്രൊഫൈലിൽ നിന്നും പറയുന്നത്. അപ്പോൾ താങ്ക് യു ശുഭ ഫോർ ദ ക്വസ്റ്റ്യൻ. അതായത് ഒരു സ്ഥലം സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ആ സ്ഥലത്ത് കാണാനായിട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്? ഞാൻ ഒരുപാട് വായിക്കും, ഗൂഗിൾ ചെയ്ത് നോക്കും, അല്ലാണ്ട് ലിറ്ററേച്ചർ ബുക്സ് ഒക്കെ റെഫർ ചെയ്യും. ആ സ്ഥലത്ത് എന്തൊക്കെയുണ്ട്? ഒരു സ്ഥലം ഞാൻ തമിഴ്നാട് എൻ്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഒരു സ്റ്റേറ്റ് എടുത്താൽ ആ സ്റ്റേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പോയാൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഫുഡിൻ്റെ കാര്യം, ഹിസ്റ്റോറിക്കൽ പ്ലേസസ്, ചരിത്രം, കൾച്ചർ എന്തൊക്കെയുണ്ടെന്നൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ പറ്റുന്ന പോലെ അവിടെ ഏതെങ്കിലും കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടും, അവരുടെയും ഇൻപുട്സ് എടുക്കും. അങ്ങനെയൊക്കെ കുറേ. പിന്നെ ഹോട്ടൽ സെലക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സ്പോൺസേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ 5 സ്റ്റാറിലായിരിക്കില്ല. ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കൊരു 5 സ്റ്റാർ നമുക്ക് സ്പോൺസർ ആയി വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെയും താമസിക്കാമല്ലോ. പക്ഷേ നമ്മൾ കൂടുതലും ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് ഹോട്ടൽ യൂസ് ചെയ്യുന്നത്. പകൽ മുഴുവൻ നമ്മൾ റോഡിലായിരിക്കും ഓരോ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കിടക്കുന്ന സ്ഥലം റീസണബിളി ഗുഡായിരിക്കണം, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം, കംഫർട്ടബിൾ ആയിരിക്കണം, സേഫ് ആയിരിക്കണം. അത്രയും മാത്രമേ നോക്കാറുള്ളൂ. അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലം നമുക്ക് കിട്ടണം, അല്ലാണ്ട് ആരെങ്കിലും ഓഫർ ചെയ്താലേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഞാൻ സ്ഥലം കണ്ടുപിടിക്കുന്നത്. പിന്നെ ട്രാവൽ പ്ലാന്, എങ്ങനെ പോകണം, ആരൊക്കെയാണ് കൂടെ വരുന്നത്, പിന്നെ കൊണ്ടുപോകേണ്ട കോസ്റ്റ്യൂംസ്, മേക്കപ്പ് ഒക്കെ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ, ആക്സസറീസ് എന്തൊക്കെ ഇടാം, മാല, വള, കമ്മൽ, ഇതൊക്കെ മറക്കാതെ എടുത്ത് വയ്ക്കുക. അപ്പോൾ തലേ ദിവസം തന്നെ ഇതൊക്കെ പ്ലാൻ ചെയ്യണം. ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കും, എന്താ ഡ്രസ്സ് ഇടണമെന്ന് തീരുമാനിക്കും. അങ്ങനത്തെ ഒരു പ്ലാനിങ് ഉണ്ടാവും. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നാൽ മനസ്സിലാക്കേണ്ടതും പറയേണ്ടതുമായ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ, അതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്ലാനിങ്. ഓക്കെ, പ്രീ പ്ലാനിങ്. ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്. ശോഭാലെന്നാണ് പറയുന്നത്.
ഒരുപാട് പേർ മാമിനെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ മാം ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഞാൻ അവരെ പോലെ ആയിരുന്നെങ്കിലെന്ന്? ഒരിക്കലുമില്ല. ഞാൻ എന്നെപ്പോലെ ആകണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതെനിക്ക് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഒരു അംഗീകാരമായിട്ടാണ് ഞാനത് എടുക്കുന്നത്. ഭയങ്കര ഒരു അക്സെപ്റ്റൻസ് ആൻഡ് ഭയങ്കര ഒരു സംഭവമാണ്. സോ ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ അങ്ങനെ ആരെങ്കിലും പോലെ ആവണമെന്ന് അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ആക്ച്വലി പറഞ്ഞാൽ ഇപ്പോൾ ചോദിക്കുമ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല, ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും എനിക്കന്നുണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് എന്താ പറയുക, സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, സിനിമാ നടികളെയും നടന്മാരെയൊക്കെ. പക്ഷേ എനിക്ക് ഹാർട്ട് ഓഫ് ഹാർട്ട് എനിക്കറിയാം, എൻ്റെ വീട്ടിൽ സിനിമ അഭിനയം പോയിട്ട് സിനിമ അങ്ങനെ ലൈം ലൈറ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും എൻ്റെ വീട്ടിൽ വിടില്ല എന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാം. പിന്നെ എനിക്ക് ഡാൻസേഴ്സിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് കലാകാരന്മാരോട് എനിക്കൊരു ആരാധനയുണ്ടായിരുന്നു. ഡാൻസ്, എനിക്ക് നല്ലൊരു ഡാൻസർ ആകണം എന്നൊക്കെ ഇങ്ങനെ. പക്ഷേ വേറൊരാളെ പോലെയൊന്നുമല്ല, അല്ല എനിക്ക് പറ്റണം എന്നുള്ളതാണ്. ഇപ്പോൾ നല്ലതായിട്ട് ഡാൻസ് ചെയ്യും, ഇപ്പോൾ ശോഭന, ആക്ട്രസ് ശോഭനയെല്ലാം ഡാൻസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. അതുപോലെ കുറേ ആൾക്കാരില്ല നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ ഡാൻസ് എന്ന് പറയുന്ന ഒരു വലിയ കലയല്ലേ, അതൊക്കെ സ്വായത്തമാക്കാൻ പറ്റുന്നതൊക്കെ ഭയങ്കര സംഭവമല്ലേ. ഇപ്പോൾ മഞ്ജു വാര്യറുടെ ഡാൻസ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആരാധന തോന്നും, ഭയങ്കര സന്തോഷം തോന്നും. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റില്ല, അത് വേറെ കാര്യം. അപ്പോൾ അതൊന്നും എനിക്ക് ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഞാനൊരു പക്ഷേ എൻ്റെ അച്ഛനമ്മമാരെൻ്റെ ഡാൻസൊക്കെ പഠിക്കാൻ വിട്ടിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ ചിലപ്പോൾ ആകാൻ പറ്റുമായിരിക്കും എന്നൊക്കെ ഒരു തോന്നൽ മനസ്സിൽ കാണുമല്ലോ. അതൊരു അത്യാഗ്രഹമായിരിക്കും, അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഡാൻസ് ഇഷ്ടമായിരുന്നു. പിന്നെ സിനിമയിൽ അഭിനയിക്കുന്ന കാര്യമൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല, ഏതെങ്കിലും അവരെയൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെയൊക്കെ എനിക്ക് കലാകാരന്മാരെ അങ്ങനെ, അല്ലാതെ പൊളിറ്റിക്കൽ കാര്യങ്ങളിലൊന്നും എനിക്ക് അങ്ങനെ ഭയങ്കര താല്പര്യങ്ങളൊന്നുമില്ല. എന്നാൽ എനിക്ക് അങ്ങനെ ആവണം ഇങ്ങനെ ആവണം, എനിക്ക് പൊളിറ്റിക്കലി ഐ ഹാവ് ടു കം അപ്പ്, ഞാൻ ഒരു മന്ത്രി ആവണമെന്നോ MLA ആവണമെന്നോ MP ആവണോ അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ സക്സസ്ഫുൾ ആയിട്ടൊരു ഭയങ്കര ഒരു ബിസിനസ്, ഭയങ്കര ഓൺട്രപ്രണർ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് എനിക്കൊരു ചെറിയ ബിസിനസ് ഉണ്ട്, കേറ്ററിംഗ് യൂണിറ്റ് ഉണ്ട്. അതിൽ ഞാൻ ഹാപ്പിയാണ്. അത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. ഞാൻ വാരി വലിച്ച് വർക്കൊന്നും എടുക്കുന്നില്ല, വളരെ സെലക്റ്റീവാണ്. എന്നെക്കൊണ്ട് പേഴ്സണലി എനിക്ക് അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്ന വർക്ക് മാത്രമേ എടുക്കുകയുള്ളൂ. കാര്യം ഞാൻ മൾട്ടി ടാസ്കിങ് ആണ്, ഒരു കാര്യത്തിൽ മാത്രം എന്നെ കെട്ടിയിടാൻ പറ്റില്ല. അപ്പോൾ ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് വന്നാൽ, ഒരു റെസ്റ്റോറൻറ്റൊക്കെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ സ്റ്റക്കാവും. ഞാൻ ഒറ്റയ്ക്കൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയാൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് കുറേ ട്രാവൽ ചെയ്യണം, എനിക്ക് കുറേ കുക്കിംഗ് വ്ളോഗ്സ് ചെയ്യണം, പാചകം ചെയ്യണം, എനിക്ക് വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കണം, എൻ്റെ മക്കളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യണം, കൊച്ചുമക്കളുടെ കൂടെ സമയം, അതൊക്കെ എൻ്റെ ആഗ്രഹങ്ങൾ. പിന്നെ എനിക്ക് കൈരളിയിൽ നമ്മുടെ കുക്കറി ഷോസ് കൊണ്ടുപോകണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പണ്ട് ഞാൻ കോളേജിൽ പ്രിൻസിപ്പളായിരുന്ന സമയത്തും പ്രൊഫസറായിരുന്ന സമയത്തൊക്കെ എനിക്ക് ആ ജോലിയും ഉണ്ടായിരുന്നല്ലോ, പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അതിനോടൊപ്പം ഇതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ വേറൊന്നും ചിന്തിച്ചിട്ടില്ല. അല്ലാണ്ട് ഒരു കാര്യം മാത്രം എനിക്ക് ആരെങ്കിലും പോലെ ആവണമെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒറ്റ കാര്യം ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഐ വോണ്ട് ടു മൾട്ടി ടാസ്ക്, അതാണ് എനിക്കിഷ്ടം. സ്റ്റാലിൻ ജോസഫ് ഒരു കേറ്ററിംഗ് കാര്യമാണ് ചോദിക്കുന്നത്. ജെസ്സി സ്റ്റാലിൻ ചോദിച്ചിരുന്നു ഹൗസ് വാമിങ്ങിൻ്റെ കാര്യം, കേറ്ററിംഗ് വേണമെന്നുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ മെയിൽ ID ഡീറ്റെയിൽസ് അയക്കൂ, candynair@gmail.com. ഞാൻ അതിൽ മറുപടി തരാം, എൻ്റെ ഫോൺ നമ്പറൊക്കെ. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. ഓക്കെ. ഇനി ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്, ദാറ്റ് ഈസ് ജൂലി ജോബിയാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ വേറൊരാളും കൂടി ചോദിച്ചിട്ടുണ്ട് സെയിം കാര്യം, വേറൊരു രീതിയിൽ ചോദിച്ചെന്നുള്ളൂ. ഹായ് ചേച്ചി, ടെൽ അബൌട്ട് പുടുമോൾസ് അറ്റാച്ച്മെൻറ്റ് വിത്ത് ഹർ അമ്മാമ്മ. ഞാനും പുടുമോളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ചോദിക്കുന്നത്, അമ്മോളുടെ അറ്റാച്ച്മെൻറ്റും. വേറൊരാളും കൂടി അതുപോലെ സിമിലറായിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതും കൂടി ഞാൻ വായിക്കാം. കിങ്ങിയാണ് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ചേഞ്ചസ് പുടുമോൾ ഗോട്ട് ഇൻ യു ആസ് എ പേഴ്സൺ. അത് ഞാനും എൻ്റെ പുടുമോളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ കഥയാണ് ഇപ്പോൾ ഇനി പറയാൻ പോകുന്നത്. പുടുമോൾ എന്നിലുണ്ടാക്കിയ മാറ്റം ആസ് എ പേഴ്സൺ എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാൻ വീണ്ടും ഒരു അമ്മയായ പോലൊരു ഫീലിംഗാണ്. ഞാൻ ഗ്രാൻഡ് മദറാണ്, അമ്മാമ്മയാണ്, അച്ചമ്മ എന്നാണ് വിളിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ അച്ഛൻ്റെ അമ്മയെ അച്ചമ്മ എന്നാണ് വിളിക്കുന്നത്, പക്ഷേ എനിക്ക് അമ്മാമ്മ എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. അമ്മാമ്മ എന്ന് വിളിക്കാനാണ് നമ്മളിവിടെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊടുവാണെങ്കിൽ അമ്മാമ്മ എന്ന് ഫുള്ള് വിളിക്കില്ല, അമ്മ എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ അമ്മാമ്മ എന്ന് വിളിക്കുന്നത്. പക്ഷേ പുടുമോൾ ലൈഫിലേക്ക് വന്നപ്പോൾ ഉള്ള മാറ്റം എന്ന് പറഞ്ഞാൽ, എൻ്റെ ലൈഫിൽ ഏറ്റവും ഞാനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മുഴുവൻ പുടുമോളിലാണ്. എൻ്റെ ഒരു ലൈഫ് സർക്കിൾ ചെയ്യുന്നത് പുടുമോൾക്ക് ചുറ്റുമാണ് എന്ന് തന്നെ പറയാം. ഇത് ഞാൻ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ പാർവതി വിഷ്ണു ജനിച്ച സമയത്ത് എൻ്റെ മൈൻഡ് സെറ്റ് എന്തായിരുന്നു, അതേ ഒരു ഫീലിങ്ങിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. അന്ന് എൻ്റെ ലൈഫ് എൻ്റെ കുട്ടികൾക്ക് ചുറ്റുമായിരുന്നു. അവർ ജനിച്ച സമയം തൊട്ട് ഒരു പ്രായമാകുന്നവരെ അവരെ പ്രൊട്ടക്റ്റീവായിട്ട് അവരെ ഏറ്റവും കൂടുതൽ സമയം അവരോടൊപ്പം സ്പെൻഡ് ചെയ്ത് അവർക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ്. ഇപ്പം ഞാൻ പുടുമോൾക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പുടുമോൾ എന്നിലുണ്ടാക്കിയ മാറ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റിവിറ്റിയാണ്. ആ കുഞ്ഞിൻ്റെ ചിരിയും കളിയും സന്തോഷം കണ്ടിരിക്കുമ്പോൾ ഏതൊരു അമ്മയ്ക്കാണെങ്കിലും ഗ്രാൻഡ് മദറിനാണെങ്കിലും ഗ്രാൻഡ് ഫാദറിനാണെങ്കിലും സന്തോഷമല്ലേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ഗ്രാൻഡ് പേരൻസ് ആകുമ്പോൾ നമുക്ക് പിന്നെ
അവരെന്ത് ചെയ്താലും നമുക്ക് അവരെ വഴക്ക് പറയാൻ പോലും തോന്നില്ല. മക്കളെ പിന്നെയും നമ്മൾ വഴക്ക് പറയായിരുന്നു, പക്ഷേ ഇത് അത്രയും പോലും ചെയ്യില്ല. അപ്പോൾ എനിക്ക് മാത്രമല്ല, ഭൂചേട്ടനും വലിയൊരു മാറ്റമുണ്ട്. ഞാൻ പറയും മക്കളെ പോലും ഇത്രയും കൊഞ്ചിക്കുകയോ ഇത്രയും എടുത്തുകൊണ്ട് നടക്കുകയോ ചെയ്തിട്ടില്ല, പക്ഷേ ബുഡുവിനെ കൂടുതലായിട്ട് പാമ്പർ ചെയ്യുന്നുണ്ട് അദ്ദേഹവും. അപ്പം നമ്മളങ്ങനെ, അപ്പോൾ എനിക്ക് ഭയങ്കര മാറ്റം എന്ന് പറഞ്ഞാൽ ഐ എം ഓൾവേസ് പോസിറ്റീവ് എന്നുള്ള ഒരാളിനപ്പുറത്തേക്ക് ഐ എം വെരി ഹാപ്പി വിത്ത് അതാണ്. കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫാണ്. ഇപ്പോൾ ലൈഫ് ഞാൻ പറയുന്നത് തന്നെ അങ്ങനെയാണ്. എൻ്റെ ജീവൻ എവിടെയെന്നാണ് ഞാൻ ചോദിക്കുന്നത് കുടുംബങ്ങളോട്. അമ്മാമ്മയുടെ ജീവനല്ലേ എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഞാൻ സെൻറ്ററായിട്ട്, മോളാണ് ഒരു അച്ചുതൊണ്ട്, അതിന് ചുറ്റും ഞാൻ ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ഒരു ഓർബിറ്റ് മാത്രമാണ്. സോ മച്ച് ഓഫ് അത്ര ഇൻഫ്ലുവൻസ് മോൾക്ക് എൻ്റെ ജീവിതത്തിലുണ്ട്. ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങളുടെ കുട്ടിക്കാലത്തിലേക്ക് ഞാൻ തിരിച്ചു പോയതുപോലെയാണ് അത്. അപ്പോൾ ഞാൻ പറയും, അപ്പോൾ അനുവിനും അത് മനസ്സിലാവും കാണുമ്പോൾ എൻ്റെ ആ ഒരു എക്സ്പ്രഷൻ ഓഫ് ലവ് എല്ലാവർക്കും മനസ്സിലാവും. എന്നെ കുറച്ച് നേരം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ വീട്ടിലേക്ക് വന്നാൽ. അതായത് പാർവതി കുഞ്ഞായിരുന്നപ്പോഴും വിഷ്ണു കുഞ്ഞായിരുന്നപ്പോഴും എന്ന ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. വീണ്ടും എനിക്കൊരു യൗവനം വന്നതുപോലെയാണ്, ആ ഒരു പീരീഡിലേക്ക് ഞാൻ തിരിച്ചു പോയതുപോലെ ഒരു ഫീലിങ്ങിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും സന്തോഷം. എന്തായാലും ഞാൻ കുറച്ച് ഷോർട്ട് ആക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ പറഞ്ഞു വന്നപ്പോൾ കുറച്ച് ലെങ്ത്ത് വന്നുപോയി. ഇത്രയും ക്വസ്റ്റ്യൻസാണ് എനിക്കിപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ തന്നെ 1 മണിക്കൂറിൽ കൂടുതലായി തോന്നുന്നു വീഡിയോ. നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ടാലും മതി. ഫുള്ളായിട്ട് കാണണം, കണ്ടിന്യൂസ് ആയിട്ട് കാണണം എന്നില്ല, ബ്രേക്ക് ചെയ്ത് കണ്ടുള്ളൂ. അപ്പോൾ സന്തോഷം. ആൻസേഴ്സൊക്കെ സാറ്റിസ്ഫാക്ടറി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇതെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് വളരെ ജെന്യുവനായിട്ട് പറഞ്ഞ ഉത്തരങ്ങൾ തന്നെയാണ്. കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. പറയുന്ന കാര്യങ്ങൾ നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ എന്താ പറയേണ്ടത്. നമ്മുടെ മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങൾ ഇമ്മീഡിയറ്റായിട്ട് പറയുന്നു. അപ്പോൾ സന്തോഷം. ഇതിൻ്റെയൊക്കെ നിങ്ങളുടെ റിയാക്ഷൻസ് കമൻറ്റ് ബോക്സിലേക്ക് വന്ന് പറയുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ഫൈനലി ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ നല്ല നല്ല വാക്കുകൾ കമൻറ്റ് ബോക്സിലൂടെ വരുന്നത്, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഊർജ്ജം, എൻ്റെ ഇൻസ്പിറേഷൻ. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും എന്നെ കൂടുതൽ ചെയ്യാനായിട്ട് പ്രചോദനം തരുന്ന കാര്യങ്ങൾ പ്രേരിപ്പിക്കുന്നതും എല്ലാം. എൻ്റെ ഈ ഹാപ്പിനെസ്സിന് 100% ഉത്തരവാദികൾ നിങ്ങൾ കൂടിയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ ലവിങ് ആൻഡ് സപ്പോർട്ടിങ് മീ. സന്തോഷം മാത്രം. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.